शान्तपावनचिन्त्यवैभवम् तन्नरं वक्षिकुञ्जरं मुखे मन्महे किमभूतं गुरुब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरुसाक्षात् परं ब्रह्म तस्मै श्रीगुरवे नमः। ईश्वरो गुरुरात्मेति मूर्तिभेदविभागिने व्योमवद्व्याप्तदेहाय दक्षिणामूर्तये नमः। यस्यान्तन्नादिमध्यं नहि गरचरणं नामगोत्रं न सूत्रं नो जातिर्नैव वर्णा न भवति पुरुषो नानपुंसं न च स्त्रीं नाकारं नो विकारं न हि जनिमरणं नास्ति पुण्यं न पापं तत्त्वं नो तत्त्वमेकं सहजसमरसं सद्गुरुं तं नमामि। सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम्। मौनव्याख्या प्रकटितपरब्रह्मतत्त्वं युवानं वर्षिष्ठान्तेव सदृशिगणैरावृतं ब्रह्मनिष्ठैः आचार्येन्द्रं करकलितजन्मक्रमानन्दरूपं स्वात्मा रामं मुदितवदनं दक्षिणामूर्तिमीडे वेदान्तार्थविभासकायेतये शान्ताय सन्न्यासिने नानावादिनगेन्द्रसङ्गपवये योगीन्द्रवन्द्याय च मोहध्वान्तदिवाकराय भगवत्पादामृतां बिभ्रते तस्मै भाष्यकृते नमोऽस्तु सततं पूर्णाय बोधात्मने अपारसच्चित्सुखवारिराशेः यस्योर्मिमात्रं भुवनं समस्तं गुहाहितं तं रमणं गभीरं चिन्ताविहीनं हृदि चिन्तयामि। देहं मृण्मयवज्जडात्मकमहं बुद्धिर्न तस्यास्त्यतो नाहं तत्तदभावसुप्तिसमये सिद्धात्मसद्भावतः कोऽहं भावयुतः कुतो वरधिया दृष्ट्वात्मनिष्ठात्मनाम् सोऽहं स्फूर्तिदया अरुणाचलशिवः पूर्णो विभाति स्वयं करुणापूर्णसुधाब्धे कबलितघनविश्वरूप किरणावल्या अरुणाचलपरमात्मन् अरुणो भवचित्तकञ्जसुविकासाय त्वयि अरुणाचल सर्वं भूत्वा स्थित्वा प्रलीनवेतच्छित्रम् हृद्यहमित्यात्मतया नृत्यसि भोः ते वदन्ति हृदयं ना अहमिति भूत आयातीत्यन्विष्यान्तः प्रविष्टयात्यमलधिया अवगम्य स्वं रूपं शाम्यत्यरुणाचलत्वयि नदीवाब्धौ त्यक्त्वा विषयं बाह्यं रुद्धप्राणेन रुद्धमनसान्तस्त्वां ध्यायन् पश्यति योगी दीर्घितिम् अरुणाचलत्वयि महीयं ते त्वय्यर्पितमनसा त्वां पश्यन् सर्वं तवाकृतितया सततं भजते अनन्यप्रीत्या स च यत्यरुणाचलत्वयि सुखे मग्नः। शूनप्रभं सोमकलावकंसं पाणिस्फुरत्पञ्जश्रेक्षुचापं प्राण
प्राणप्रियं नौमि पिनाकपाणे कोणत्रयस्थं कुलदैवतं योऽन्तः प्रविश्य मम वाचमिमां प्रसुप्तां सञ्जीवयति किल शक्तिधरस्वधाम्ना अन्यांश हस्तचरणश्रवणत्वगादीन् प्राणां नमो भगवते पुरुषाय तुभ्यम्। ക്ഷേത്രത്തില് നമ്മളിന്ന് വൈകുന്നേരം നമുക്ക് മംഗളം വരുന്ന രീതിയിൽ സംവാദം ചെയ്യാം. ഭഗവാന്റെ അഥവാ മഹാമായയുടെ അനുഗ്രഹം ഉണ്ടായിന്ന് എപ്പോഴാ അറിയാമെന്ന് വെച്ചാൽ സത്സംഗം കിട്ടും. അതൊരു വഴിത്തിരിവായിട്ട് തീരും ജീവിതത്തിൽ. നമ്മളൊക്കെ ജീവിത യാത്രയിലാണല്ലോ. കുറേ വർഷം മുമ്പ് രാമകൃഷ്ണാശ്രമത്തില് ഒരു സ്വാമി പറയായിരുന്നു, എങ്ങടാ പോകണം ചോദിച്ചാൽ കിഴക്കോട്ടെന്ന് പറയും. പോണത് പടിഞ്ഞാറാണ്. വാസ്തവത്തിൽ അയാൾക്ക് പോകേണ്ടത് വടക്കോട്ടാണ്. ഇതുപോലെ ആണ് ഈ സത്യ ലക്ഷ്യം വരുന്ന വരയ്ക്കും മനുഷ്യ ജീവിതം. ഒരു നിശ്ചയവും ഇല്ല. എന്തോ ചെയ്യണു, എല്ലാവരും പോണ വഴിക്ക് പോകുന്നു. മനുഷ്യന് വിശേഷം ബുദ്ധിയാണെങ്കിലും അത് വലിയ ഉപയോഗമൊന്നുമില്ല. മുമ്പേ ഗമിക്കുന്ന ഗോവ് തന്നെ പിമ്പേ ഗമിക്കുന്നു പശുക്കളെല്ലാം. വളരെ പ്രസിദ്ധമായ ഒരു സുഭാഷിതമുണ്ട്. ഒരു ബ്രാഹ്മണൻ തീർത്ഥയാത്ര പോയി. അദ്ദേഹത്തിന്റെ കയ്യിൽ ആകപ്പാടുള്ളത് ഒരു ചെമ്പ് പാത്രമാണ്, ജലപാത്രം, താമ്രഭാജം. നല്ല സ്വത്താണ്. അയാൾ അതും കൊണ്ടുപോയി ഗംഗാതീരത്ത് എത്തിയപ്പോ കുളിക്കാൻ ഇറങ്ങുമ്പോൾ അത് സൂക്ഷിക്കണമല്ലോ. ഗംഗക്കരയിലും മണല് തോണ്ടിയിട്ട് അതിൽ കുഴിച്ചിട്ടു. എന്നിട്ട് അടയാളം അറിയാനായി ഒരു ശിവലിംഗം പോലെ മേലെ മണ്ണ് പിടിച്ചു വെച്ച് അദ്ദേഹം ഗംഗയിലിറങ്ങി. അവിടെയുള്ള ആളുകളൊക്കെ വിചാരിച്ചു കുളിക്കുന്നതിന് മുമ്പ് ഇതുപോലെ ലിംഗം പിടിച്ചു വെക്കണം എന്ന് പറഞ്ഞ് എല്ലാവരും ഓരോരോ ലിംഗം ഉണ്ടാക്കി വെച്ചു. പുറകെ വന്നത് ഇദ്ദേഹം കുളിയും ദേവാലയവും കഴിഞ്ഞ് വരുമ്പോൾ കരയിൽ മുഴുവൻ ലിംഗമാണ്. അദ്ദേഹം പറഞ്ഞു അത്രേ, ഗതാനുഗതികോ ലോക,
ന ലോകഃ പാരമാർത്ഥികഃ ഗംഗാ സൈകതലിംഗേഷു നഷ്ടം മേ താമ്രഭാജനം. ഒറിജിനലായിട്ട് ചിന്തിക്കുന്നവരോ വിവേചനം ചെയ്യുന്നവരോ ഒന്നും ഇവിടെ കാണാനില്ല. ഒരാൾ പോയാൽ കുറെ ആളുകൾ പുറകെ പോകും. അയാളെ പിടക്കാൻ പോകണം ഇവർക്കും അറിയില്ല. അയാളോട് ചോദിച്ചാൽ അയാൾ പറയും ഇത്ര ആളുകൾ പുറകെ വരണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ ശരിയായ സ്ഥലത്തെത്തും. അധ്യാത്മജീവിതം പോലും അങ്ങനെയാണ്. പലപ്പോഴും കൂട്ടിക്കൊണ്ടുപോകുന്ന ആളുകൾക്കും വഴിയൊന്നും അറിയില്ല. അതുകൊണ്ടാണ് ഉപനിഷത്ത് പറഞ്ഞത് അന്ധേനൈവ നീയമാനാഹ യഥാന്ധ. കണ്ണു കാണാത്ത ആൾ, അന്ധൻ, കുരുടൻ, അയാളെ കൊണ്ട് കൂട്ടിക്കൊണ്ടുപോകപ്പെടുന്ന കുറെ കുരുടന്മാരാണ്. കുരുടന്മാരുടെ ഘോഷയാത്ര അന്ധപരമ്പരേയം സംസാര സരണി. കുറെ ആളുകൾ ഇങ്ങനെ കൂട്ടം കൂട്ടം കൂട്ടം. അങ്ങനെ ഇരിക്കുമ്പോ ആരോ ഒരാൾക്ക് ഈ വിവേകസ്ഫൂർത്തി ഉണ്ടാവും. ഭഗവാൻ ഗീതയിൽ പറഞ്ഞു ആയിരക്കണക്കിന് ആളുകളിൽ ആരോ കുറച്ച് പേർ. മനുഷ്യാണാം സഹസ്രേഷു കശ്ചിദ്യഗതി സിദ്ധയേ. ചില ആളുകൾക്കൊക്കെ ആ ശ്ലോകം വായിക്കുമ്പോൾ, ഗീതയിൽ വായിക്കുമ്പോൾ വിഷമം തോന്നുകയോ. ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് ധാരാളം പേർക്ക് ഒരാള് 1000 എന്നാ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ കോടിക്കണക്കിന് മനുഷ്യരിൽ 1000 എന്ന് പറഞ്ഞാൽ ധാരാളം. 1000-ൽ ഒരാളുണ്ടെന്ന് വെച്ചാൽ വലിയ കാര്യമായി. മനുഷ്യാണാം സഹസ്രേഷു കശ്ചിദ്യഗതി സിദ്ധയേ. ആരോ ഒരാള് ഇങ്ങനെ ഒരു പരമാർത്ഥ ലാഭമുണ്ട്. അതിനെ ഭക്തി എന്ന് വിളിക്കും, ജ്ഞാനം എന്ന് വിളിക്കും, അഥവാ യോഗം എന്ന് വിളിക്കും. ഇല്ല ഇപ്പൊ നാസ്തികനാണെങ്കിൽ പോലും എനിക്ക് സമാധാനമായിട്ടിരിക്കണം എന്ന് പറഞ്ഞ് പറയൂ. എന്തൊക്കെയാണെങ്കിലും ഒരു ഈ മാർഗമുണ്ട് എന്നറിയുന്ന ആളുകൾ വളരെ കുറച്ചാണ്. അതിലും പലരും ആ മാർഗത്തിലേക്ക് വന്ന് സാധന ചെയ്ത് തുടങ്ങുന്നു, ധ്യാനിക്കുന്നു, ശാസ്ത്രങ്ങളൊക്കെ പഠിക്കുന്നു. അങ്ങനെയുള്ളവരില് യതതാമപി സിദ്ധ, വളരെ മനോഹരമായിട്ട് ഭഗവാൻ പറഞ്ഞ യത്നിക്കുന്ന സിദ്ധന്മാരിൽ യതതാമപി സിദ്ധാനാം കശ്ചിന്മാം വേത്തി തത്വത. ആരോ ഒരാളാണ് തത്വജ്ഞാനിയായിട്ട് തീരുന്നത്. പക്ഷെ അതിന് മുമ്പിലത്തെ വരി നോക്കണം. യതതാമപി സിദ്ധാനാം, യത്നിക്കുന്നവരൊക്കെ സിദ്ധന്മാരാണ്, പൊട്ടൻഷ്യലി സിദ്ധന്മാരാണ്. എന്നുവെച്ചാൽ യാത്ര തുടങ്ങുമ്പോൾ തന്നെ ഒരു പ്രാവശ്യം ഭഗവാന്റെ നാമം ജപിച്ചു തുടങ്ങിയാൽ തന്നെ ഭഗവാനെ കിട്ടിക്കഴിയും. സത്സംഗത്തിൽ വന്നിരിക്കണമെന്ന് തോന്നുമ്പോ തന്നെ നമ്മളെ ഭഗവാൻ ചൂസ് ചെയ്ത് കഴിഞ്ഞു, തെരഞ്ഞെടുത്ത് കഴിഞ്ഞു. ഭഗവാൻ എങ്ങനെയാ ഭഗവാനെ കിട്ടുക? എന്ത് സാധനം കൊണ്ട് കിട്ടും എന്ന് വെച്ചാൽ ഉപനിഷത്ത് പറഞ്ഞു ആരെ ആത്മാവ് വലിക്കുന്നു. ആത്മാവുള്ള സ്ഥലത്ത് ഭഗവാൻ കിട്ടുള്ളൂ. പക്ഷെ ശ്രുതി പറഞ്ഞു ആത്മാവ് ആരെ ചൂസ് ചെയ്യുന്നുവോ അവർക്ക് ആത്മാവ് തന്നെ കാണിച്ചു കൊടുക്കും. യമേവൈഷ വൃണുതേ തേന ലഭ്യഃ തസ്യൈഷ ആത്മാ വിവൃണുതേ തമും സ്വ. ഈ മന്ത്രം കേൾക്കുമ്പോൾ പലപ്പോഴും നോക്കും നമ്മൾ ചിന്തിക്കുന്ന കാര്യമില്ലേ, ആ ആത്മാവായിട്ട് ഇവരെ വരിച്ചെടുക്കണം. എന്നുവെച്ചാൽ അത് വരിച്ചു എന്നുള്ളതിന്റെ ലക്ഷണമാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. രമണാശ്രമത്തില് ഗുരുനാഥ സ്വാമി പറയും ഒരു അമ്പലത്തിന്റെ ഗോപുരം കണ്ടിട്ട് ഇങ്ങനെ ആക്കിയാൽ തന്നെ വരച്ചു കഴിഞ്ഞു എന്നാണ്. എന്നുവെച്ചാൽ ഉള്ളിലുള്ള ശക്തി സഞ്ചാരം ആരംഭിച്ചു കഴിയുമ്പോഴാണ് സംതിങ് സ്പിരിച്വൽ, ഒരു ചെറിയൊരു സജഷൻ ഉള്ളില് ഒരു ഇളക്കുണ്ടാക്കണം. അതൊരു കുണ്ടലിനി എന്നൊക്കെ പറയല്ലോ, ഒന്നുമില്ല. ഒരു പുസ്തകം കാണുമ്പോ, ഒരു ഭഗവത് ഒരു ഗ്രന്ഥം കാണുമ്പോൾ നമ്മളുടെ ഉള്ളിൽ ഒരു ആനന്ദം ഉണ്ടാവുകയാണെങ്കിൽ ഭഗവാൻ നമ്മളെ
തെരഞ്ഞെടുത്തിരിക്കുന്നു എന്നർത്ഥം. അത് തെരഞ്ഞെടുക്കുമ്പോഴാണ് യോഗവാസിഷ്ടത്തിൽ ഒരു മനോഹര ശ്ലോകമുണ്ട്. യാവന്ന അനുഗ്രഹ സാക്ഷാത് ജായത്തെ പരമേശ്വരാത് താവന്ന സദ്ഗുരും കശ്യത് സത്ശാസ്ത്രം വാപി ലഭേത്. ആ പരമേശ്വരന്റെ അനുഗ്രഹം വരുന്നവരെ ഒരു സദ്ഗുരുവോ ഒരു നല്ല ഗ്രന്ഥമോ നമ്മളുടെ വീട്ടിലേ ഉണ്ടെങ്കിൽ പോലും നമ്മൾ തിരിഞ്ഞു നോക്കില്ല. ചിലപ്പോ ആ പുസ്തകം നമ്മളുടെ വീട്ടിലുണ്ടാവും അല്ലെ? പല ആളുകളും പുസ്തകങ്ങളൊക്കെ വരി വരിയായി വാങ്ങി വീട്ടിൽ അലമാറയിൽ ചില്ലിട്ട് വെക്കും. ചിലപ്പോ അവരൊന്നും തുറന്നേ നോക്കില്ല. ചില ആളുകളൊക്കെ എന്നോടൊക്കെ ഒന്ന് പറയും, അതെ ഞങ്ങളുടെ മുത്തശ്ശൻ വായിച്ച ചില പുസ്തകങ്ങളൊക്കെ ഉണ്ട്, അത് അങ്ങേക്ക് എടുത്ത് ഉപയോഗപ്പെടുമോ? നമ്മളെ പഠിപ്പിക്കാനാണ്. ഇത് ഉപയോഗപ്പെടുമെങ്കിൽ എടുത്തോളൂ എന്നാണ്. അപ്പൊ ഞാൻ ചോദിച്ചു ഒരാളോട്, എന്ത് പുസ്തകം? അത് ഞാൻ നോക്കിയിട്ടില്ല. അത്രയ്ക്ക് പോലും എന്നുവെച്ചാൽ അത് എന്ത് പുസ്തകമാണെന്ന് നോക്കാൻ പോലും. അത് ആ മനുഷ്യന്റെ അടുത്ത് ഞാൻ പറഞ്ഞു, നാളെ ഒന്ന് നോക്കിയിട്ട് പറയൂ, ആർക്കെങ്കിലും ഉപയോഗം ഉണ്ടെങ്കിൽ പറയാം. അയാൾ എന്നെ വരെ വന്നിട്ടില്ല. കാരണം അത് ആ പുസ്തകത്തിന്റെ അട്ട വായിക്കാൻ പോലും അയാൾക്ക് ഇന്നേ വരെ സമയം കിട്ടിയിട്ടില്ല. എനിക്ക് വഴി കണ്ടു, പറഞ്ഞു നേരെ കിട്ടിയിട്ടില്ല കേട്ടോ, എന്നെ നോക്കിയിട്ട് എന്നുവെച്ചാൽ അട്ട വാങ്ങിച്ചിട്ടത് ഭാഗവതാണോ ഗീതയാണോ എന്തെങ്കിലും ഉപനിഷത്താണോ അല്ല വല്ല മാതൃഭൂമി മനോരമയാണോ പോലും നോക്കാൻ അയാൾക്ക് സമയം കിട്ടിയിട്ടില്ല. അപ്പോ ഇതിനാണ് അനുഗ്രഹം എന്ന് പറയുന്നത്. ദേവീക്ഷേത്രല്ലേ, നിങ്ങളൊക്കെ ലളിതാ സഹസ്രനാമമൊക്കെ ജപിക്കണ്ടാവും. അതിൽ പറഞ്ഞു സൃഷ്ടി സ്ഥിതി സംഹാരം, ഈ മൂന്നും സംസാര. ജനിച്ചു, പിന്നെ ജീവിക്കാൻ വേണ്ടിയുള്ള നട്ടോട്ടം, പിന്നെ മരണത്തിന്റെ സംഹാരം എന്ന് വെച്ചാൽ മരിക്കൽ മാത്രമല്ല, വ്യാധി, അറ്റാച്ച്മെന്റ്, മറ്റുള്ളവരുടെ മരണം, പലവിധ ദുഃഖങ്ങളൊക്കെ സംഹാരമാണ്. പിന്നെ തിരോധാനം. തിരോധാനം എന്താണെന്ന് വെച്ചാൽ നമ്മളെ അറിയിക്കേണ്ടതേ അറിയിക്കും. സത്സംഗത്തിൽ വന്നിരുന്നാലും നല്ല വിദ്യ പറയുന്ന സമയത്ത് ഒന്ന് വീണുപോകും. അതാണ് തിരോധാനം. അറിയണമെങ്കിലേ അറിയുള്ളൂ, അല്ലെങ്കിൽ അറിയില്ല. വ്യക്തിയിലെ തിരോധാനം മറവിയാണ്. കഴിഞ്ഞ ജന്മം നമുക്ക് ഓർമ്മയില്ലല്ലോ, അതാണ് തിരോധാനം. ഇതൊക്കെ ലോകത്തിലുള്ള ശക്തികളാണ്. അടുത്തൊന്ന് സദാശിവ അനുഗ്രഹത പഞ്ചകൃത്യപദ. ആ അനുഗ്രഹ തത്വം, ആ സദാശിവ തത്വം, ആ അനുഗ്രഹ തത്വമാണ്. എന്തിനാ ഞാൻ പറഞ്ഞ ലളിതാ സഹസ്രനാമം അതൊക്കെ മനസ്സിലായി. പറഞ്ഞുകൊണ്ട് വന്നത് എന്തിനാന്ന് വെച്ചാൽ ഈ അനുഗ്രഹം എന്ന് പറയുന്നത് ഈ സത്സംഗം കിട്ടുക, ഗുരു തത്വം പ്രകാശിക്കുക, ഇതൊക്കെ ആ അനുഗ്രഹ തത്വത്തിന്റെ പണിയാണ്. ചൂസ് ചെയ്യാന്ന് പറഞ്ഞല്ലോ, ആത്മാവ് ഉള്ളത് ചൂസ് ചെയ്യണമല്ലോ, അത് അനുഗ്രഹ തത്വമാണ്. പുറമേക്ക് ഗുരുവും അകമേക്ക് നമ്മൾക്കത് വേണം എന്നുള്ള തോന്നുന്നു. പുറമേക്ക് ഗുരു, അകമേ നിന്നും നമ്മൾക്ക് ആ തത്വം വേണം. അതെന്താണോ അത് വേണം. ഒരു ഭാഗവതം കാണുമ്പോൾ ഒരു സന്തോഷം, ഒരു ഭഗവത്ഗീത പുസ്തകം കാണുമ്പോൾ തുറന്ന് വായിക്കണം തോന്നാം, സന്തോഷം. ആ ഗീതാ പുസ്തകം തൊട്ടു നോക്കുമ്പോൾ ഒരു ആനന്ദം, ഭാഗവതനെ തൊട്ടു നോക്കുമ്പോൾ ഒരു ആനന്ദം. ശ്രീരാമകൃഷ്ണൻ പരമഹംസർ പറയും, ഭക്തി ഉള്ളിലുദിക്കുമ്പോൾ ഭാഗവതം ഇങ്ങനെ തൊട്ടാൽ സമാധി വരും, ഭാവസ്ഥിതി വരും. ഭാഗവതം വായിക്കൊന്നും വേണ്ട. അദ്ദേഹം പറയണ ഒരു കഥയുണ്ട്. ചൈതന്യ മഹാപ്രഭു തെക്കോട്ട് യാത്ര, ഭാരതയാത്ര ചെയ്തിട്ടുണ്ട് അത്ര അദ്ദേഹം. നമ്മുടെ അവിടെയൊക്കെ ഈ സോപാന സംഗീതമൊക്കെ വന്നത് അദ്ദേഹം വന്ന ശേഷമാണെന്നാണ് പറഞ്ഞത്. ഈ അഷ്ടപതിയൊക്കെ നിങ്ങൾ വരികയും ഒക്കെ ആ പഴക്കം വന്നത് അദ്ദേഹം വന്നതിന്റെ ഒരു പിന്നാലെ വന്നത് അത്രയെ പറ്റി അതിനൊരു അഭിപ്രായം. ചൈതന്യ മഹാപ്രഭു തെക്കോട്ട് വന്നപ്പോ ശ്രീരംഗത്തില് വലിയ അമ്പലമാണല്ലോ, രംഗനാഥന്റെ
അവിടെ ഒരു ഭക്തൻ, ഇവിടെ മഹാവിദ്വാൻമാര് പണ്ഡിതന്മാര് ഇന്നും വലിയ വലിയ വൈഷ്ണവാചാര്യന്മാരും വിദ്വാൻമാരും കൂടെ സ്ഥലം. അപ്പോ ഭാഗവതം തന്നെ പറയുന്നത് ധാരാളം ഭക്തന്മാര് വരുമെന്ന് ശ്രീരംഗത്തിന്. അവിടെ ഒരാള് അദ്ദേഹം ഭഗവത്ഗീത എടുത്തുകൊണ്ട് നേരെ വിളിച്ചായ സമയം കൃത്യസമയത്തില് രംഗനാഥന്റെ ക്ഷേത്രത്തിൽ വരും. അദ്ദേഹത്തിനെ കണ്ട അവിടെയുള്ള മഹാവിദ്വാൻമാര് ചെവി രണ്ടും കുത്തിക്കൊണ്ട് ഒറ്റ ഓട്ടം കൊണ്ട് വെച്ചു. എന്താന്ന് വെച്ചാൽ തുടക്കം മുതൽ അവസാനം വരയ്ക്ക് പ്രതിപദം അബദ്ധം. ഭാഗവതത്തില് പറഞ്ഞത് ഫോളോ ചെയ്യാനാണ്. യസ്മിൻ പ്രതിശ്ലോകം അബദ്ധവിദ്യവി. പ്രതിശ്ലോകം അബദ്ധമായിട്ട് ഭഗവത്ഗീത വായിക്കും. അപ്പൊ അദ്ദേഹം ആളുകൾക്ക് ചീത്ത പറഞ്ഞ് രംഗനാഥന്റെ സന്നിധിക്ക് പുറകില് ആ പ്രാകാരത്തിൽ ഒരു സ്ഥലത്ത് ആരും വരാത്ത സ്ഥലത്ത് അദ്ദേഹത്തിനെ വായിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ചീത്ത പറഞ്ഞാലും വായിക്കാതിരിക്കാൻ പറ്റില്ല. അപ്പൊ അദ്ദേഹം വായിക്കുന്നത് ചൈതന്യ മഹാപ്രഭു ഇങ്ങനെ പ്രാകാരം ചുറ്റി വരുമ്പോ ഈ സ്ഥലത്ത് എത്തിയപ്പോ ആളുകൾ പോയി നോക്കിയോ ഘോരം. ചൈതന്യ മഹാപ്രഭു ഇദ്ദേഹത്തിനെ നോക്കിക്കൊണ്ടേ നിൽക്കുകയാണ്. ഒരു യോഗിക്ക് ഒരു വ്യക്തിയെ കാണാനേ പറ്റില്ല, പ്രത്യേകിച്ച് നല്ല പക്വ ജീവനെ കാണുമ്പോ ആ യോഗി കാണണത് വ്യക്തിയെ കാണില്ല, ഈ ഒരു പ്രസൻസ്, ഒരു പുഞ്ചമാണ്. അത് അനുഭവത്തിലേ അറിയുള്ളൂ. ആ വ്യക്തിയെ ശരീരത്തിനെ ഒന്നും കാണില്ല, ഒരു പുഞ്ചമാണ്. ആ പുഞ്ചത്തില് വാസനകളുണ്ടോ അതുണ്ടോ ഒക്കെ പെട്ടെന്ന് അങ്ങനെ വിഡ്രോ. ഇത് ഇയാളെ കണ്ട് ചൈതന്യ മഹാപ്രഭുവിനെ നോക്കി നിൽക്കാൻ. ഇയാൾ അബദ്ധ പഞ്ചാംഗം വായിക്കുന്നുണ്ട്, ഭഗവത്ഗീത. അദ്ദേഹത്തിന് കണ്ണിന്ന് പൊടോടാ കണ്ണീര് വീഴുണ്ട്. ഇതൊക്കെ വികാരഭരിതമായിട്ട് വായിക്കുന്നുണ്ട്. എല്ലാരും പ്രതീക്ഷിച്ചതിന് വിപരീതമായിട്ട് ചൈതന്യദേവൻ ഓടിച്ചെന്ന് അയാളെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, ഇത് പാരായണാണ്. എല്ലാം പറഞ്ഞിട്ടാണ്, അയ്യോ എനിക്കൊന്നും അറിയില്ല, എന്നെ ആളുകൾ കണ്ടാ ഓടിച്ചുവിടും, എനിക്ക് വായിക്കാതിരിക്കാനും വയ്യ. അയാള് ഒരു ചൈതന്യ മഹാപ്രഭു ചോദിച്ചു, എന്തറിഞ്ഞിട്ടാ വായിക്കണം? അയാൾ പറഞ്ഞു, എനിക്ക് അറിയില്ല, കൃഷ്ണൻ അർജുനൻ ഉപദേശിച്ചു, അത്രയേ ഉള്ളൂ. ഭഗവാൻ അർജുനൻ ഉപദേശിക്കണു, ആ ഭാവം എന്റെ ഉള്ളിൽ വന്നു. സന്നിധിയാണ്, അതിന്റെ ഭാവം ഉള്ളിൽ വന്നു, ആനന്ദാണ്. എന്റെ ഇവിടെ ഭഗവത്ഗീത പറയുമ്പോ പാലക്കാട് ഒരു ഗ്രാമത്തിലെ അഗ്രഹാരത്തില് ഒരു വയസ്സായ ആളുണ്ടായിരുന്നു, നല്ല ഭക്തൻ. അദ്ദേഹം പല ആളുകളും ചോദ്യമൊക്കെ ചോദിച്ചു, സംശയമൊക്കെ ചോദിച്ചു. അദ്ദേഹം എല്ലാം കഴിഞ്ഞ് ഞാൻ പറയണത് ഞാൻ ഈ വേദിയിൽ വന്ന വർഷങ്ങളിലാണ്, ആരംഭ വർഷങ്ങളിൽ, അതായത് ഏകദേശം ഒരു 28 വർഷം 29 വർഷം മുമ്പ് ഉള്ള കാര്യമാണ് പറഞ്ഞത്. അദ്ദേഹം എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, ഭഗവാൻ അർജുനന് ഗീത ഉപദേശിക്കുമ്പോ ഇങ്ങനെ തിരിഞ്ഞിരുന്ന് ഉപദേശിച്ചു ഭഗവാൻ ഇത് വേദനിച്ചില്ലേ? ആദ്യം ഞാനിത് കേട്ടിട്ട് വളരെ ബാലിശായിട്ട് ചിരിച്ചു. പിന്നെ ആലോചിച്ചു, എത്ര അധികം അദ്ദേഹം ഫീൽ ചെയ്തിട്ടുണ്ടാവും. ഭഗവാന്റെ അടുത്തൊരു വണ്ണസ്. അദ്ദേഹത്തിന് ഈ ഗീത പറഞ്ഞ, അദ്ദേഹം സംസ്കൃതമൊക്കെ അറിയും കുറച്ച്, പക്ഷെ അതൊന്നും അദ്ദേഹത്തിന് ഉള്ളിൽ പോയിട്ടേ ഇല്ല. അദ്ദേഹത്തിന് കൃഷ്ണൻ അർജുനൻ ഉപദേശിക്കണോ, തിരിഞ്ഞിരുന്ന് ഉപദേശിച്ച് ഭഗവാന് ബാക്ക് പെയിൻ വന്നില്ലേ എന്നാണ്. ഇത് വളരെ ബാലിശമായിട്ട് തോന്നിയാലും രസികാഹ ഭുവി ഭാവുകാഹ. ഭാഗവതം പറഞ്ഞു, രസിക്കാൻ അറിയുന്നവർ ഭാവുകത്വമുള്ളവരാണ്. ഇതൊക്കെ പല അനുഭവങ്ങൾ, ചെറിയ ചെറിയ കാര്യങ്ങൾ. എനിക്ക് തന്നെ കുട്ടിക്കാലത്ത് അമ്പലത്തെ ദേവിയുടെ സന്നിധിയിൽ ഇരുന്നിട്ട് ശിവാനന്ദ ലഹരി, സൗന്ദര്യ ലഹരി, ഞങ്ങൾ ദുഃഖദാസസ്മാവും
തൃശതി അഷ്ടോത്തരം, ദേവി മഹാത്മ്യം, രഹസ്യത്രയൊക്കെ അതിന് ഇങ്ങനെ പാട്ടാണ്, ഇങ്ങനെ ചൊല്ലും. അപ്പോ ശിവാനന്ദ ലഹരി വളരെ ഇഷ്ടപ്പെട്ട കൃതിയാണ്. അതിങ്ങനെ ആ പുസ്തകം വെച്ച് പിന്നെയാണ് മനസ്സിലായത് അപ്പൊ പറയണോ കുറെ അബദ്ധമായിരുന്നു. അപ്പൊ ഈ പുസ്തകം ഇങ്ങനെ കയ്യിലെടുത്ത് വെച്ച് കലാഭ്യാം ചൂടാലങ്കൃത ശശികലാഭ്യാം നിജതപഫലാഭ്യാം ഭക്തേഷു പ്രകടിത ഫലാഭ്യാം ഭവതു മേ ശിവാഭ്യാം അസ്തോക ത്രിഭുവന ശിവാഭ്യാം ഹൃദി പുനർഭവാഭ്യാം ആനന്ദസ്ഫുരദനുഭവാഭ്യാം നദിരിയം. ആ ശ്ലോകം ചൊല്ലുമ്പോ ആനന്ദം, അങ്ങനെ സന്തോഷം, ഒരു സമാധിഭാവം, ഭാവസമാധി ഇപ്പൊ പറയാം. പക്ഷെ എന്താ ഒറ്റ അക്ഷര അർത്ഥം എന്ന് അറിയില്ല. ഇതിപ്പോ ശങ്കരാചാര്യർ എഴുതിയതാണ്. അതാണ് അതിന്റെ ഒരു വലിയ ഭാവം. അതിന് പുറകിൽ ആരുടെ കൃതിയാണ്, അതാണ് അതിന് പുറകിലുള്ള ഭാവബലം. രമണ ഭഗവാൻ ഉപയോഗിച്ച വാക്കാണ് ഭാവബലം. ശങ്കരാചാര്യർ എഴുതിയതാണ്. രണ്ട് ചെറിയ ചെറിയ ചില വാക്കുകളൊക്കെ ഉണ്ട്, അതൊക്കെ മതി. നിത്യാനന്ദ രസാലയം, സുരമുനി സ്വാന്താംബുജാദാശ്രയം, അശബ്ദഭംഗി. പിന്നെ നിത്യാനന്ദ രസാലയം ഒരു ക്ലൂ ആണ്. അത് ഒരു ആനന്ദ നിർവൃത്തി ഉണ്ടാവും ഉള്ളില് ഒരു. പക്ഷേ കാലം മുഴുവൻ അങ്ങനെ ഇരുന്നാൽ പറ്റില്ലല്ലോ. കുറെ കഴിയുമ്പോൾ നമുക്ക് അർത്ഥം നല്ലവണ്ണം മനസ്സിലായി കഴിഞ്ഞാൽ ഇനിയൊരു കാര്യം അറിയണം. എന്താ അറിയോ, ഇത് അറിയാതെ ഇരിക്കുമ്പോഴുള്ള ഭാവത്തിന്റെ സുഖം പോലും പറഞ്ഞ ശേഷമില്ല. അപ്പൊ ഈ ഭാവത്തിന് അത്ര ശക്തിയുണ്ട്. ഭക്തിയിൽ വളരെ മുഖ്യം ഭാവമാണ്. ഭക്തി എന്ന് പറയുന്നത് ഒരു അമ്മയാണ്. ഭാഗവതം പറഞ്ഞു, ജ്ഞാനത്തിനും വൈരാഗ്യത്തിനെയും ജനിപ്പിക്കുന്ന ഒരു അമ്മയാണ് ഭക്തി എന്ന്. ശങ്കരാചാര്യർ പറഞ്ഞു, ഈ ഭക്തിയാവുന്ന അമ്മ ഈ കുട്ടിയെ നല്ലവണ്ണം വളർത്തിക്കൊണ്ടുവരും. ആ ശ്ലോകം ഞാനിപ്പോ ചൊല്ലിയതാണ്, അതുകൊണ്ട് റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഭക്തിജനനി ഭക്താർഭകം രക്ഷതി. ഭക്തിയാവുന്ന അമ്മ ഭക്തനാവുന്ന കുഞ്ഞിനെ രക്ഷിക്കുന്നു, ജ്ഞാനവും വൈരാഗ്യവും ഒക്കെ കൊടുത്ത്. അപ്പോ നമുക്ക് ഭഗവാന്റെ അനുഗ്രഹം വരുമ്പോ ഈശ്വര കൃപ, അനുഗ്രഹത, സദാശിവ തത്വം പുറത്ത് ഗുരുവായിട്ടും അകമയ്ക്ക് നമ്മളുടെ ഉള്ളിൽ വിവേകം ഭക്തിയായിട്ടും അഥവാ ജ്ഞാനമായിട്ടും വൈരാഗ്യമായിട്ടും അവരവരുടെ സംസ്കാരത്തിന് ബലത്തിന് അനുസരിച്ച് ഹൃദയത്തില് ഭാവം ഉണ്ടാവും. അധ്യാത്മ ജീവിതത്തിൽ ഏറ്റവും മുഖ്യം ഭാവമാണ്. നമ്മൾ ആ ഭാവത്തിന് ഒരു കൊച്ചു കുട്ടികൾ കളിപ്പാട്ടം വെച്ച് കളിക്കുമ്പോൾ അവർക്കത് വളരെ റിയലാണ്. ഒരു ബൊമ്മ എടുത്ത് വെച്ച് കളിച്ച് അതിങ്ങനെ നമ്മൾ അതിന്റെ മേലെ കിടയോ അതിന് വേദന വയ്ക്കുന്നു പറഞ്ഞാൽ നമ്മൾ അതിന് വില വെക്കണം. ആ കളിപ്പാട്ടാണ് പിന്നാലെ നമ്മളുടെ അവിടെ ഒരു വീട്ടിലെ ഒരു മമ്മ ധാരാളം ശാലഗ്രാമം വെച്ച് പൂജിക്കും. ശാലഗ്രാമം പൂജിച്ചു കഴിഞ്ഞാൽ ആ വീട്ടിൽ ധാരാളം കുട്ടികളുണ്ടാവുമല്ലോ പഴയ കാലത്ത്. കുട്ടികൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ ശാലഗ്രാമം മുഴുവൻ പൂജ കഴിഞ്ഞ് എടുത്തോണ്ട് വരും. ഈ ശാലഗ്രാമം മുഴുവൻ എടുത്തോണ്ട് വന്നിട്ട് ഉമ്മർത്ത് നല്ല കളിയാണ്. ശാലഗ്രാമം വെച്ച് ഉരുട്ടിയിട്ട് കളിയാണ്. അദ്ദേഹം ഒന്നും പറയില്ല. സാക്ഷാൽ നാരായണനാണ്, ഇത് വെച്ച് കളിക്കട്ടെ. ഒന്നും അത് വിരോധമേ പറയില്ല. അവർ കളിച്ച് അവിടെ ഇട്ടിട്ട് പോയാൽ അദ്ദേഹം എടുത്തോണ്ടൊന്ന് പൂജയിൽ വെക്കും. ഒരു വിരോധമൊന്നും പറയില്ല. പിന്നെ അദ്ദേഹം പറയും, അതിന് കളിപ്പാട്ടം വെച്ച് കളിക്കുമ്പോൾ നമ്മൾ ഇത് വെച്ച് കളിക്കും, അത്രേ ഉള്ളൂ. ഇപ്പൊ അവരിത് വെച്ച് കളിച്ചാൽ നല്ലത്. ഒരു ഭാവം. അപ്പൊ ഭക്തി അധ്യാത്മ സാധനയില് ആദ്യപടി നച്ച അഭാവയതഃ ശാന്തി. ഭഗവാൻ ഗീതയിൽ പറഞ്ഞു, ഭാവനയില്ലാത്തവന് ശാന്തിയില്ല. ഭാവനയുടെ മണ്ഡലത്തിലാണ് ഉപാസന, ദേവത, ഗുരു, നല്ല ഗ്രന്ഥങ്ങള്, മന്ത്രം. ഇവിടെ ഒന്ന് യുക്തി വിചാരം ചെയ്യാനേ പാടില്ല. നിങ്ങൾക്ക് യുക്തി വിചാരം ചെയ്യണോ, ഞങ്ങളുടെ അടുത്ത് വരാം. യുക്തിയൊക്കെ ഞങ്ങള് കുഴിച്ചുകൂടി തരാം. വേദാന്ത വിചാരത്തിന് വരാം.
വേദാന്ത സിദ്ധാന്ത നിരുക്തിരേഷ. അവിടെ യുക്തിക്കൊക്കെ സ്ഥാനമുണ്ട്. നിങ്ങൾ യുക്തി വിചാരം എന്ത് യുക്തി വേണമെങ്കിൽ കൊണ്ടുവന്നോളൂ, ഒക്കെ ശരിയാക്കി തരാം, ആ സൂക്കേട് മാറ്റിത്തരാം. പക്ഷെ ജനുവിനായിരിക്കണം. ചുമ്മാ യുക്തി വിചാരം ചെയ്യാനും ബലം വേണം ബുദ്ധിക്ക്. അതിന് വേണ്ട വിധത്തിൽ തർക്കസ്യ അപ്രതിഷ്ഠാനാത് അന്യതാമേയമിതി ചേദേവമപി അവിമോക്ഷ പ്രസംഗ. സൂത്രകാരൻ വ്യാസഭഗവാൻ പറഞ്ഞു, വെറുതെ യുക്തിയെ it can hurt. Anything can hurt. ബാലമുരളി കൃഷ്ണ ഒരിക്കല് നമ്മുടെ ഭാഗവത സപ്താഹ ഇനോഗ്രേഷൻ വന്നു ചെന്നൈ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, മ്യൂസിക് ക്യാൻ ഹർട്ട്, മ്യൂസിക് ക്യാൻ ഹീൽ, മ്യൂസിക് ക്യാൻ ക്രിയേറ്റ്, എല്ലാം ചെയ്യാം. അപ്പോ അത് നമ്മുടെ ഒരു ശാസ്ത്രവും ഹാനികരമായിട്ട് ഉപയോഗിക്കരുത് എന്നാണ്. ഇപ്പൊ നമ്മുടെ ജ്യോതിഷി അദ്ദേഹം ഇവിടെ ഉണ്ടാവും തോന്നുന്നു. അദ്ദേഹം ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ അച്ഛൻ പറഞ്ഞു കൊടുത്തു, ജ്യോതിഷം മറ്റുള്ളവരെ ഹിംസിക്കാൻ കഴിയും, ഹിംസിക്കണ പോലെ ആവരുതെന്ന്. ഞങ്ങൾക്ക് ജ്യോതിഷന്മാരൊക്കെ കണ്ടിട്ടുണ്ട്. ഇഷ്ടപടിക്ക് പറയുന്നത് അപ്പൊ ഇന്ന യോഗാണ് മുമ്പും കുറഞ്ഞു എന്നൊക്കെ പറഞ്ഞാലേ പിന്നെ ഒരു പാവവും ഉത്സാഹം മുഴുവൻ പോയി ജീവിക്കാനുള്ള സന്തോഷമേ ഇങ്ങനെ ഉപയോഗിക്കരുതെന്നാണ് ശാസ്ത്രം. ശാസ്ത്രത്തിനെ ഹിതമായിട്ട് മനുഷ്യന്റെ പൗരുഷത്തിനെ നശിപ്പിക്കരുത്, അധ്യാത്മവാഞ്ചയെ നശിപ്പിക്കരുത്. വെറുതെ പൂർവജന്മവും മറ്റേതും ഇതൊക്കെ പറഞ്ഞിട്ട് ഒരു ജീവൻ ഭഗവത് ആരാധനയ്ക്ക് തുടങ്ങുമ്പോൾ ചിലപ്പോൾ ജ്യോത്സ്യന്റെ അടുത്ത് പോകും, അച്ഛനോ പറയും. എന്നിട്ട് ജ്യോത്സ്യം പറയും, ഇയാൾക്ക് ഇന്ന ദോഷമുണ്ട്, ആ ദോഷമുണ്ട്, ഈ ദോഷമുണ്ട്. ഈ അപകട പാവാണ്. അതുകൊണ്ട് ആ ശാസ്ത്രവും ഒക്കെ വേദത്തിന് അംഗമാണ്. എന്ന് വെച്ചാൽ ഭഗവത് ആരാധനയ്ക്ക് അംഗങ്ങളാണ്. അങ്ങനെ ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പൊ ഭാവനയ്ക്ക് കേടുവരരുത്, ഉപാസനയ്ക്ക് കേടുവരരുത്. നമ്മുടെ സംസാര ജീവിതം മുഴുവൻ ഭാവനയാണ്, സങ്കല്പമാണ്. അതുകൊണ്ടാണ് വേദം പറയണത്, തന്മേ മനഃശിവസങ്കല്പമസ്തു. ഞങ്ങളുടെ സങ്കല്പമൊക്കെ ശിവമാവട്ടെ, സങ്കല്പം കള്ളമായി തീരാതെ ഇരിക്കട്ടെ. അജ്ഞാനികൾക്ക് സങ്കല്പാഹ വിതതാഹ അഭവന്, കള്ളമായിട്ട് തീരും. അല്ലെങ്കിൽ സങ്കല്പം പടർന്നു പിടിക്കും. അങ്ങനെ ആവാതെ സങ്കല്പം വിദഗ്ധമാവാൻ പാടില്ല, വിദഗ്ധവും ആവാൻ പാടില്ല, എന്നുവെച്ചാൽ പരക്കാനും പാടില്ല, കള്ളമാവാൻ പാടില്ല. സങ്കല്പം ഭഗവത് അഭിമുഖമായിട്ട് തീരണം. സത്സംഗത്തിൽ വന്നു കഴിയുമ്പോ സങ്കല്പത്തിനൊരു വഴി തെളിഞ്ഞു. ഈ ജന്മത്തിൽ ഭഗവത് സാക്ഷാത്കാരം. ശ്രീരാമകൃഷ്ണദേവനെ കണ്ടപ്പോ ആ നരേന്ദ്രൻ എന്ന് പറയുന്ന കുട്ടി, ആ യുക്തിവാദി, ആ കുട്ടിക്ക് സങ്കല്പത്തിൽ ഉദിച്ചു, ഓ ഭഗവത് സാക്ഷാത്കാരം സാധ്യം, ഭഗവാനെ സാക്ഷാത്തായിട്ട് അറിയാം അല്ലേ. ഭഗവാൻ രമണ മഹർഷിക്ക് നോക്കൂ, അരുണാചലം നാമശ്രവണ മാത്രത്തില് സങ്കല്പം മംഗളമായി തീർന്നു. വ്യവസായാത്മിക ബുദ്ധി. നമുക്കും അതുപോലെ ജീവിതത്തിന് ഒരു സങ്കല്പം, മംഗളമായ സങ്കല്പം ഉദിക്കുകയാണ്. സത്സംഗത്തിൽ വരുമ്പോൾ നമുക്ക് ശാന്തി വേണം, തൃപ്തി വേണം, ആനന്ദം വേണം. ഇതൊക്കെ ഒരു ജീവൻ തീരുമാനിക്കുന്നത് സത്സംഗത്തിലാണ്. ഇത്രയും കാലം പുറത്തൊക്കെ അന്വേഷിച്ച് നടന്നു, പുറത്ത് പല സ്ഥലത്തും അന്വേഷിച്ച് നടന്നു. ഇപ്പൊ മനസ്സിലായി പുറത്ത് അന്വേഷിച്ചിട്ട് കാര്യമില്ല. ലളിതാസഹസ്രനാമത്തില് 2 താണുണ്ടല്ലോ, പുറത്ത് അന്വേഷിച്ചാൽ കിട്ടില്ല. അന്തർമുഖ സമാരാധ്യ ബഹിർമുഖ സുദുർലഭ. ആദ്യത്തെ നാമം അറിയേണ്ടത് ബഹിർമുഖ സുദുർലഭ. ബഹിർമുഖ ദുർലഭായ നമഃ. ബഹിർമുഖമായി എത്ര തെരഞ്ഞോളൂ കിട്ടില്ല. മാത്രമല്ല കൺഫ്യൂസ് ആയിക്കൊണ്ടേ. സയൻസ് മുഴുവൻ ബഹിർമുഖമായി പരിഹാരം കണ്ടുപിടിക്കാനുള്ള യത്നം. എന്ത് ചെയ്താലാണ് സന്തോഷമല്ല അല്ലേ? അങ്ങനെ റീഫൈൻ ചെയ്ത് ഇപ്പൊ ഏത് സ്ഥിതിയിലാണ് നമ്മൾ ഇരിക്കുന്നത്? പേടി തോന്നും കാണുമ്പോൾ. എല്ലാ സൗകര്യങ്ങളുണ്ട്,
പക്ഷെ ഉള്ളിൽ ശാന്തിയില്ല, തൃപ്തിയില്ല. കൊച്ചുകുട്ടികളെ പോലെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. കേട്ടോ, എല്ലാത്തിനും യുക്തി ബുദ്ധി. കൊച്ചുകുട്ടികളെ പോലെ ഭക്തേയ തെക്തവാന സുഖമതി ശിശുപതി, ഒരു കൊച്ചുകുട്ടിയെ പോലെ ഇരിക്കണം. ആ സന്തോഷം കുട്ടികളടക്കം കിട്ടുന്നില്ല. കുട്ടികളുടെ കയ്യിൽ കൊടുത്താൽ മൊബൈൽ റിപ്പയർ ആക്കിത്തരും, നേരാക്കിത്തരും. നമ്മൾക്ക് ഹാൻഡിൽ ചെയ്യാൻ അറിയില്ല. അവർ ജന്മസിദ്ധ ചിപ്പ് ഘടിപ്പിച്ചിട്ടാണ് ജനിക്കുന്നത്, നമ്മളെ പോലെ എല്ലാവരും. അപ്പോ വളരെ കോംപ്ലക്സ് ആയിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യന്റെ സാമർഥ്യത്തിനൊന്നും വിലയേയില്ല. നിലപ്പോലും പറഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്യുന്നതൊക്കെ വളരെ പവർഫുൾ ആയിട്ട് ഇനി മെഷീൻ ചെയ്യും. നിങ്ങളൊക്കെ എന്ത് ചെയ്യും? ഒന്നിനും വിലയില്ല. ബൈഹാർട്ട് പഠിക്കണം, ഒന്നും വേണ്ട. ഓൺ ചെയ്താൽ മതി, എല്ലാം പാടിക്കോളും, വേദം ചൊല്ലിക്കോളും, ശ്ലോകങ്ങൾ ചൊല്ലിക്കോളും. സംസ്കൃത ശാസ്ത്രത്തിൽ ഞാനിപ്പോ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. വ്യാകരണവും ഒരു കുത്തി ആ സൂത്രങ്ങൾ വരും. അതിന് ടീക്ക വരണം, വൃത്തി വരണം. ഏത് നല്ല ടീച്ചർ പഠിപ്പിക്കണം. വേദം ചിലരൊക്കെ ഇങ്ങനെ വെച്ച് കേട്ട് പഠിക്കുന്നുണ്ട്. ഇത് വേദാവില്ല. ഞാൻ പലരോടും പറയാറുണ്ട്, വേദ അധ്യയനമല്ല മുഖ്യം, 8 വർഷം ഗുരുകുലവാസം. നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. 8 വർഷം അവിടെ ഇരുന്നു, അതാണ് ആ തപസ്, ആ ഭഗവത് ആരാധന. അതൊക്കെ പോയി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? എന്താണ് നഷ്ടപ്പെടുന്നത്? എന്താണ് നമുക്കിപ്പോ ബാക്കിയുള്ളത്? ബാക്കിയുള്ളത് എന്താന്ന് വെച്ചാൽ സ്നേഹം, ശാന്തി, സുഖമായിട്ട് ഉറങ്ങുക, അതുപോലില്ലേ സമാധാനമായിട്ട് സന്തുഷ്ട സതതം യോഗി. ഭഗവാൻ പറഞ്ഞു ഭക്തന്റെ ലക്ഷണം, സ്വാമി വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞു, ഭക്തന്റെ ലക്ഷണം എന്താണെന്ന് വെച്ചാൽ എപ്പോഴും സന്തോഷമായിട്ടിരിക്കാം. ഉപനിഷത്ത് നിരൂപണം ചെയ്തു വന്നിട്ട് അവസാനം പറഞ്ഞു എന്താണ് എഡ്യൂക്കേഷൻ എന്ന് ചോദിച്ചാൽ, എഡ്യൂക്കേഷന്റെ ഫ്രൂയിഷൻ എന്താണ് എന്ന് ചോദിച്ചാൽ ശ്രുതി പറഞ്ഞു ആനന്ദോ ബ്രഹ്മേതി വിദ്യജാനം. ബ്രഹ്മം എന്ന് വെച്ചാൽ ജീവിതത്തിന്റെ പരിപൂർത്തി എന്നർത്ഥം അല്ലെ. ആ പരിപൂർത്തി എവിടെ ഉണ്ടാവും? ആനന്ദമായിട്ട് ഇരിക്കണ്ടോ. എല്ലാം ഭക്തി സൂത്രവും നാരദൻ അതാണ്. ലബ്ധ്വാ പുമാൻ മത്തോ ഭവതി തൃപ്തോ ഭവതി ആത്മാരാമോ ഭവതി എന്നൊക്കെയാണ്. എന്ത് കിട്ടിയാലാണോ ഒരാള് വളരെ സന്തോഷമാവുന്നത്, ആനന്ദത്തിലിരിക്കുന്നത്, സന്തോഷമായിട്ടിരിക്കണം. ചൈതന്യ മഹാപ്രഭു ആ ആനന്ദത്തിൽ ഇങ്ങനെ ആറാടി ഒരിക്കൽ കടലിൽ വീണുപോയി. കടൽ വെള്ളം അടിച്ചുപോയി. ഒരു മുക്കുവൻ വലയിട്ട ആളുടെ വലയിൽ പെട്ടു. അയാള് ചൈതന്യദേവനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് പൊക്കിക്കൊണ്ടുവന്നു, തലയിൽ കൊണ്ടുവന്നൊക്കെ എണീപ്പിച്ചു. പക്ഷെ അപ്പോഴേക്ക് എന്തായെന്ന് വെച്ചാൽ സോളിഡ് ആനന്ദാണ്. ബ്രഹ്മവി ബ്രഹ്മൈവ ഭവതി, ആനന്ദ സാന്ദ്രം എന്നാണ്. നമ്മുടെ ഭഗവാൻ ഒരു സ്പർശം ചെയ്ത് അണ്ണാമലൈ സ്വാമിക്ക് ഭാഗ്യം പറയുകയില്ല. അങ്ങനെ ആ ശരീരമേ ആനന്ദക്കട്ടയാണ്. അപ്പോ ജ്ഞാനി ബ്രഹ്മത്തിനെ അറിഞ്ഞവനല്ല, ബ്രഹ്മമാണെന്നാണ് ശ്രുതി പറയുന്നത്. അപ്പൊ എന്താ ഈ മുഖുവന് ബാഹ്യപ്രജ്ഞയൊക്കെ പോയി, ഒന്നും ചെയ്യാൻ വയ്യ, പണിയെടുക്കാൻ വയ്യ, ആനന്ദത്തില് നർത്തനം ചെയ്തുകൊണ്ടേയിരിക്കുന്നു, സന്തോഷം. ഈ ലോകത്തിൽ ജീവിക്കണമെങ്കിൽ ഇത്തിരി കുട്ടികളായിരിക്കണം, ഗോമാളികളായിരുന്നാലേ പറ്റുള്ളൂ. ഒരേ ആനന്ദമായിട്ടിരിക്കുമ്പോ ആ മുഖുവ സ്ത്രീ പറഞ്ഞു, ഒരു സുഹൃത്തിയെ ഞങ്ങൾക്ക് എന്ത് പറ്റി, കള്ളു കുടിക്കണില്ല, വീട്ടിലൊന്നും തല്ലിടില്ല, കറവ് കിട്ടില്ല, ആനന്ദത്തിൽ ഇങ്ങനെ നർത്തനം ചെയ്യാണ്. വളരെ വിഷമിച്ച് വൈദ്യന്മാരടുത്ത് കൊണ്ടുപോയി. അവര് പറഞ്ഞു ഇത് ഏതോ സിദ്ധനെ സ്പർശിച്ചതാണ്. എന്നിട്ട് ചൈതന്യദേവന്റെ അടുത്ത് ചെന്ന് ചോദിച്ചു, എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. ചൈതന്യ മഹാപ്രഭു പറഞ്ഞു, ആരെങ്കിലും ഒരു ലൗകിക മനുഷ്യൻ എന്നുവെച്ചാൽ എപ്പം നോക്കിയാലും എന്ത് കിട്ടും എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ടല്ലോ, അയാളുടെ വീട്ടിൽ പോയി ഒരു പിടി അരി വാങ്ങിച്ച് ചോറ് വെച്ച് കൊടുക്കും, ഒക്കെ പോയി. അങ്ങനെ കാമ്യാർത്ഥമായി ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ വീട്ടിൽ എന്ന് വെച്ചാൽ ഒരു ലൗകികന്റെ വീട്ടിൽ ചെന്ന് ഒരു പിടി അരി വാങ്ങിപ്പോ ഭക്ഷണം കഴിക്കുമ്പോ അത്ര ജാഗ്രതയായിരിക്കണം എന്നാണ് സാധനം, ഭക്തി സാധനം.
ആ ഭക്ഷണം കൊടുത്തത് ഭക്തിയൊക്കെ ടാട്ട. അന്നത്തിൽ കിടക്കുന്ന രഹസ്യം. സാധകൻ അന്നം വളരെ പ്രധാനം. അന്നാദിയിൽ പ്രിയമുയർന്ന് ആടലാം കടലിലൊന്നായി വീഴുമല്ലേ. അന്നാദിയിൽ പ്രിയമുയർന്ന് രാത്രി പോയാൽ എന്ത് കഴിക്കും? അതാണ് സ്വപ്നം. അത് കഴിച്ചു അതിങ്ങനെ അതിൽ മനസ്സിട്ട് ദുഃഖക്കടലിൽ വീണുപോയി, സംസാരക്കടലിൽ വീണുപോയി. അങ്ങനെ ഭഗവത് ഭക്തി ഹൃദയത്തിൽ വരുമ്പോ ആനന്ദം, ആ ആനന്ദം കണ്ടേജിയസ് ആണ്. വിവേകാനന്ദ സ്വാമികൾക്ക് ഒരു ശിഷ്യനുണ്ടായിരുന്നു ചെന്നൈയിൽ. എന്ത് മുതലിയാറാണ് അദ്ദേഹത്തിന്റെ പേര്? കിട്ടി എന്ന് വിളിക്കും. അദ്ദേഹത്തിന് കിട്ടി എന്ന് വിളിക്കാം. വിവേകാനന്ദ സ്വാമി വലിയൊരു പണക്കാരനാണ്, നല്ല യുക്തിവാദിയാണ്. പക്ഷെ സ്വാമിജിയുടെ അടുത്ത് എന്തോ ഒരു താല്പര്യം ഉണ്ടായി. അപ്പൊ ഒരു ദിവസം അദ്ദേഹം തനിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞു, സ്വാമിജി നിങ്ങൾ ശ്രീരാമകൃഷ്ണദേവൻ ഈ ശ്രീരാമകൃഷ്ണൻ തൊട്ടുക, ഇതൊന്നും എനിക്ക് വിശ്വാസമില്ല. അങ്ങനെ തൊട്ടാ വരുമോ? ഞാൻ നിങ്ങളെ തൊടട്ടെ? വേണ്ട, കിട്ടി, ഡോണ്ട് ടെസ്റ്റ്. അപകടം ചെയ്യരുത്, വേണ്ട. കിട്ടി പറഞ്ഞു, ഞാൻ ഒന്ന് തൊടാമെന്ന് വിവേകാനന്ദ സ്വാമികളെ ഒന്ന് കെട്ടിപ്പിടിച്ചു. അതോടുകൂടെ ബാഹ്യപ്രജ്ഞ പോയി, സമനില തെറ്റി, പിന്നെ ഒരു പണിയും ചെയ്യാൻ പറ്റാതായി. അത് കഴിഞ്ഞ് ശ്രീ വിവേകാനന്ദ സ്വാമിയുടെ കാലത്തിനൊക്കെ ശേഷം ആ ദിവസം രാമകൃഷ്ണ മഠത്തിൽ താമസിച്ച ദിവസം അവരുടെ വീട്ടിൽ പോയിട്ട് ഭിക്ഷ ചോദിക്കും. അവരുടെ തന്നെ വീട്ടിൽ പോയി ഭിക്ഷ ചോദിക്കും. ഒരു വീട്ടുകാരൻ നല്ലവണ്ണം ചീത്ത പറയും. ആ ചീത്തയൊക്കെ കേട്ടിട്ട് ആ ഭിക്ഷ വാങ്ങിച്ചിട്ട് രാമകൃഷ്ണ മഠത്തിലേക്ക് വരും. സ്വാമി രാമകൃഷ്ണൻ എന്താ പറഞ്ഞു? രാമകൃഷ്ണ മഠം ചെന്നൈയിൽ അദ്ദേഹം പറഞ്ഞു, എന്തിനാ ഇങ്ങനെ സ്വന്തം വീട്ടിൽ പോയി ഭാര്യയുടെയോ പേരക്കുട്ടികളുടെയോ ഒക്കെ ചീത്ത കേട്ടിട്ട് വരുന്നു? ഇവിടെ തന്നെ ഭക്ഷണം കഴിച്ചൂടെ? അദ്ദേഹം പറഞ്ഞു, ഭ്രാന്താണെന്ന് എല്ലാവരും വിചാരിച്ചിരിക്കുമ്പോ അദ്ദേഹം പറഞ്ഞു, ഈ അഹങ്കാരം ഇനിയും ഈ ശരീരത്തിൽ ഇരിക്കുന്നു. അത് ഒരു ചീത്ത പറയണ പോലെ ഫലമായിട്ട് വരാനും പാടില്ല. അതാണ് അപ്പുറത്തെ പോയി ഭിക്ഷ ചോദിക്കുന്നത്. ചീത്ത പറയട്ടെ, അവരുടെ ചീത്തയൊക്കെ കേട്ട് കേട്ട് ഈ ശരീരത്തിലുള്ള അഭിമാനം കൊണ്ട് പോട്ടെ ദിവസം പോലും. അപ്പോ അധ്യാത്മ ജീവിതം വളരെ വളരെ സൂക്ഷ്മമാണ്. പക്ഷെ അനുഭവിച്ച മഹാത്മാക്കളുടെ സന്നിധി വളരെ സോളിഡാണ്. ദർശന സ്പർശ കീർത്തനാദി, ദർശനം സ്പർശനം കീർത്തനം എല്ലാം കൊണ്ട് ഭക്തി വരും. ഭക്തി പ്രചരിക്കപ്പെടും, അധ്യാത്മ അനുഭൂതി പ്രചരിക്കപ്പെടും. അപ്പോ ആനന്ദം നമ്മളുടെ ഉള്ളിൽ വന്നാലേ നമുക്ക് കൊടുക്കാൻ പറ്റും. നാരദൻ ഭക്തി സൂത്രത്തിൽ പറഞ്ഞു, ആനന്ദമാണ് ബ്രഹ്മം. ആനന്ദം എന്ന് പറയൂ. ജ്ഞാനികൾ പറയും ശാന്തി എന്ന് പറയും, ഭക്തന്മാർ പറയും ആനന്ദം എന്ന് പറയും. ചെറിയ ചെറിയ വ്യത്യാസം. ഈ വൃന്ദാവനത്തിലുള്ളവരുടെ അടുത്ത് പോയിട്ട് നിങ്ങൾ ശാന്തി എന്ന് പറഞ്ഞാൽ അവർ പറയും അത് ഞങ്ങൾക്ക് ലോവസ്റ്റ് രസാണെന്നാ പറയും. അതിന്റെ അധിഷ്ഠാനത്തിലാണ് ഞങ്ങൾ തുടങ്ങണതെന്ന്. ഇത് ഒരു വിധത്തിൽ ശരിയാണ്. എന്താന്ന് വെച്ചാൽ ജ്ഞാനത്തിന്റെ അധിഷ്ഠാനത്തിൽ വെച്ചുകൊണ്ട് ഭക്തിരസം വരുമ്പോ ഇയാൾ വീണുപോകില്ല. അല്ലെങ്കിൽ ഉണ്ടല്ലോ ഈ ഭക്തിയുടെ ഭാവമൊക്കെ ആരംഭത്തിൽ വന്നാൽ മനസ്സ് എത്ര മേലെ പോകണോ അത്രയുടെ ചോട്ട് വരും. അപ്പൊ ജ്ഞാനത്തിന്റെ അധിഷ്ഠാനത്തില് എല്ലാ ഭാവവും ശിവാനന്ദ സൗന്ദര്യലഹരിയില് ദേവിക്ക് തന്നെ ഈ എല്ലാ നവരസങ്ങളെയും പരമേശ്വരന്റെ അടുത്തുണ്ടായിരുന്ന ഭാവത്തിനെയൊക്കെ ശങ്കരാചാര്യർ പറഞ്ഞു. ശിവേ ശൃംഗാരാർദ്രാം തദിതരജനേ കുത്സനപരാ സരോഷാ ഗംഗായാം ഗിരിശചരിതേ വിസ്മയവതീ ഹരാഹിഭ്യോ ഭീതാ
സരസിരുഹ സൗഭാഗ്യ ജനനീ സഹീഷു സ്മേരാ തേ മയി ജനനി ദൃഷ്ടി സകരുണ. ജ്ഞാനത്തിന്റെ അധിഷ്ഠാനം, ശിവന്റെ അധിഷ്ഠാനത്തിൽ ഇരുന്നുകൊണ്ട് എല്ലാ രസങ്ങളും, നമുക്ക് സംസാര ജീവിതത്തിൽ ഉള്ള രസങ്ങളൊക്കെ അനുഭവിക്കാം. പക്ഷെ ജ്ഞാനം പുറകിലുണ്ടെങ്കിൽ അതൊക്കെ ഭക്തിയായിട്ട് തീരും, ആനന്ദമായിട്ട്. ജ്ഞാനം പുറകിലുണ്ടെങ്കിൽ ജ്ഞാതേ തത്വേ കഹ സംസാര. ശങ്കരാചാര്യർ ചോദിച്ചു, ആത്മജ്ഞാനം വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ സംസാരം. ആത്മജ്ഞാനത്തിന്റെ സ്വഭാവം എന്താ? ശാന്തി. തന്റെ സ്വരൂപം എന്താണെന്നുള്ള അവബോധം ഉണ്ടായി കഴിയുമ്പോൾ ശാന്തി. ആ ശാന്തിയിലാണ് ഭക്തി, പരാഭക്തി. ആരംഭത്തിലൊരു ഭക്തി ഉണ്ട്, ഭഗവാന്റെ നാമം ജപിക്കുന്നു, ഉപാസന ചെയ്യുന്നു, സത്സംഗത്തിൽ പോകുന്നു, ഭാഗവതം വായിക്കണം, ഗീത വായിക്കുന്നു, അല്ലെങ്കിൽ ദേവീപരമായിട്ട് പല ഗ്രന്ഥങ്ങൾ വായിക്കണം. ഇതൊക്കെ സാധനാഭക്തി. അതാണ് നമ്മളിപ്പോ ചെയ്യേണ്ട കാര്യം. അതാണ് വിടാതെ പിടിക്കുക. കുരങ്ങ് പിടുത്തെന്ന് പറയുന്നു. ഒരു കുട്ടിക്കുരങ്ങ് തള്ളക്കുരങ്ങിനെ പിടിച്ചു നിൽക്കുന്ന പോലെ പിടിച്ചു നിൽക്കുക. അത് ആരംഭ ഭക്തി. ആ ഭക്തിയെങ്കിലും നമുക്ക് വരണമല്ലോ, അല്ലേ? കുറച്ച് ഭട്ടതിരി പറഞ്ഞു, ഉത്തമ ഭക്തി എല്ലാം ഭഗവാനായിട്ട് കാണി വന്നില്ലെങ്കിലും ഗുരുവായൂരപ്പ അമ്പലത്തിൽ പോകുമ്പോഴെങ്കിലും തോന്നട്ടായിരുന്നു. ഭൂതേഷു യേഷു ത്വദൈക്യ സ്മൃതി സമധിഗതം നാധികാരോധുനാ ചേത് ത്വത്പ്രേമ ത്വത്കമൈത്രീ ജഡമതിഷു കൃപാദ്വിത്സു ഭൂയാദ് ഉപേക്ഷാ അർച്ചായാം വാ സമർച്ചാ കുതുകമുരുദര ശ്രദ്ധയാ വർദ്ധതാം മേ ത്വത്സംസേവീ തഥാ വിദ്യുതമുപലഭതേ. ഭക്തലോകോത്തമത്വം. ഒരു അമ്പലത്തിൽ പൂജിച്ച് ആരംഭിച്ചാലും ഭക്തിയോടെ പൂജിച്ചാൽ അയാൾ ക്രമേണ ഓരോ തലങ്ങളായി കടന്നു വന്ന് ഉത്തമ ഭക്തിയെ പ്രാപിക്കും. സിമ്പിളായിട്ട് സരളമായിട്ടുള്ള ഭഗവത് ഭക്തി, സരളമായിട്ടുള്ള ഭക്തി, ഒരു ഭഗവത് നാമത്തിലൊരു വിശ്വാസം, ശ്രദ്ധ, ശാസ്ത്രത്തിലൊരു വിശ്വാസം, അത്രയുണ്ടെങ്കിൽ തന്നെ നമ്മുടെ ജീവിതം ധന്യമായി. ഒരു സത്സംഗത്തിൽ നിന്ന് അത് കിട്ടിയാൽ പോലും വലിയ കാര്യമായി. രമണ മഹർഷിയുടെ അടുത്ത് വന്ന പല ആളുകളെ കുറിച്ച് നിങ്ങളുടെ അടുത്തൊക്കെ ഞാൻ കഥ പറഞ്ഞിട്ടുണ്ട്. ഒരു വിധത്തിലും ജീവിതത്തിൽ മുന്നോട്ട് പോവാൻ സാധ്യതയില്ലാത്ത ആളുകളൊക്കെ വന്ന് വലിയ ട്രാൻസ്ഫോർമേഷൻ ആയിട്ട് പോയ കഥകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ കഥയും ഞാൻ പറഞ്ഞിട്ടുണ്ട്, തിരിച്ചു പറയാ, അത്രയേ ഉള്ളൂ. അതായത് പൊക്കരിമണി. പൊക്കരി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, അയാളെ മഹാപോക്രിയായിരുന്നു. മണിന്ന് വിളിക്കും എല്ലാരും. അധ്യാത്മ കാര്യങ്ങൾ പോയിട്ട് സാമാന്യമായിട്ട് പോലും ആരും അയാളുടെ അടുത്ത് അടുക്കില്ല. കുട്ടിക്കാലത്ത് തന്നെ മഹർഷിയെ പൂർവാശ്രമത്തിൽ തന്നെ പരിചയമുള്ള ആളായിരുന്നു. അദ്ദേഹത്തിന്റെ സഹോദരൻ മഹർഷിയുടെ വലിയ ഭക്തനായിരുന്നു, രംഗൻ. ഈ പൊക്രിമണി ഒരിക്കലും അവരുടെ അമ്മയെ കൂട്ടിക്കൊണ്ട് തിരുപ്പതി പോയി. അമ്മയ്ക്ക് തുണക്കി പോയതാണ്, എന്തോ കാര്യമായിട്ട് പോയതാ. അപ്പൊ പോകുന്ന വഴിക്ക് തിരുവണ്ണാമലയിൽ ഇറങ്ങി. അമ്മ പറഞ്ഞു, അമ്പലത്തിൽ തൊഴിലിട്ട് പറഞ്ഞു, നമ്മുടെ വെങ്കട്രാമൻ ഇവിടെ വലിയ മഹർഷിയായിട്ടിരിക്കും, ഒന്ന് പോയി കണ്ടിട്ട് വരാം. ഇയാൾ പറഞ്ഞെന്താ അറിയൂ? ഞാനും കേട്ടു, എല്ലാരും പറയണു കോണ കൊടുത്ത് മുട്ടയടിച്ചിരിക്കണ്ടെന്ന് കേട്ടു. എന്നെ വിളിച്ചോണ്ട് പോകുന്നത്, ഞാൻ വന്നാലെ ചെവിക്ക് പിടിച്ച് അങ്ങോട്ട് മധുരയിലേക്ക് കൊണ്ടുപോകും. വിരൂപാക്ഷ ഗുഹയിലാണെന്ന് മഹർഷി. അമ്മയ്ക്ക് ഈ പയ്യനെ ഭയം, കാരണം അയാളെ പൊക്കരിയാണ്. അപ്പൊ അമ്മ പറഞ്ഞു, നീ വരണ്ട, നീ ഇവിടെ അമ്പലത്തിൽ നിന്നോട്, ഞാൻ പോയിട്ട് വരാന്ന് പറഞ്ഞ അമ്മ മല കയറി വിരൂപാക്ഷ ഗുഹയിൽ പോയി. അവിടെ പോയി ഭഗവാനെ അവിടെ കണ്ടു. കുറെ സമയമായപ്പോ ഇയാൾക്ക് ഇരിക്കപ്പെടുന്നില്ല, ഇയാൾക്ക് അവസരമാണ്, തിരിച്ചു പോകണം.
അമ്മയെ കാണാനില്ല. അപ്പൊ അവിടെയുള്ളവരോട് ചോദിച്ചു, എങ്ങനെയാ വിരൂപാക്ഷ പോയി കൊണ്ടെന്ന് ചോദിച്ചു. വന്ന ഗുഹയിൽ ഭഗവാൻ മഹർഷി ഗുഹയ്ക്ക് പുറത്ത് ഈ പൊക്കിരിമണി വരുന്ന സമയത്ത് ഒരു പാറയുടെ മേലെ വലത് കാലം ഇടത് കാലം മേലെ ഇട്ട് അനങ്ങാതെ നിശബ്ദ നിശ്ചലമായിട്ട് ഇരിക്കുന്നത്. ഇവരൊന്നും ശ്രദ്ധിച്ചില്ല. ശില പോലെ ഇരിക്കുന്നുണ്ട്. ഇയാള് മഹർഷിയെ കണ്ടതും ഇയാൾ പ്രതീക്ഷിച്ചത് നമ്മുടെ സ്കൂളിൽ പഠിക്കുമ്പോഴുള്ള കൂട്ടുകാരൻ അവിടെ ഇരിക്കുന്നുണ്ടാവും. നേരിട്ട് പോയി ഒരു ഹായ് പറഞ്ഞിട്ട് വരാന്ന് വിചാരിച്ചതാണ്. ഇവിടെ വരുമ്പോ അദ്ദേഹം പിന്നാലെ പറയേണ്ടത്, ഞാന് എന്റെ പരിചയക്കാരനെ കാണാനാണ് പോയത്. പക്ഷെ ഞാൻ അവിടെ കണ്ടത് അരുണാചലേശ്വരനെ. ആ വ്യക്തിയൊന്നോടെ ആളുകളൊന്നും കണ്ടില്ല. ആ മനുഷ്യരൂപമൊന്നും അവിടെ കണ്ടില്ല. അവിടെ ചെന്ന് ശരീരം നോക്കൂ, നമ്മള് വളരെ പ്രാകൃതനായ മനുഷ്യൻ എന്ന് പറയുന്ന ആളുടെ ഉള്ളിൽ പോലും ഭക്തി ഉറങ്ങിക്കിടക്കുന്നുണ്ട്. അതിനെ ഉണർത്താൻ തക്കവണ്ണം ബലമുള്ള ഒരു പുറത്തൊരു പ്രചോദനം വരണത്രേ ഉള്ളൂ. അപ്പൊ ആ സന്നിധിയില് അവിടെ കണ്ടതും ഇദ്ദേഹത്തിന്റെ ശരീരം വരയ്ക്കാൻ തുടങ്ങി. കണ്ണിലും കണ്ണീര് വന്നു. ദേഹം അങ്ങോട്ട് മുമ്പിലിട്ട് നമസ്കരിച്ചു. എണീറ്റതേ ഇല്ല, കരയാൻ തുടങ്ങി. ഇപ്പൊ എന്തായെന്ന് വെച്ചപ്പോ അമ്മയ്ക്ക് വീട്ടിൽ പോകണം, അദ്ദേഹം വരില്ല. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇവിടെ ഇരുന്നോളാം. അപ്പോ ഭഗവാൻ ആക്ഷൻ മാത്രം കാണിച്ചു. ഇയാളെ അമ്മയെ കൊണ്ടാക്കി നാട്ടിൽ കൊണ്ടാക്കിയിട്ട് അടുത്ത വണ്ടിക്ക് തിരിച്ചു വന്നു. തിരിച്ചു വന്ന് ഇങ്ങനെ അവിടെ ഇരിക്കും, ചുറ്റിപ്പറ്റിയിരിക്കും. മഹർഷി ഒന്നും പറയില്ല, മൗനമാണ്, നിശ്ചലമാണ്. ഒരു ദിവസം മഹർഷിയുടെ അടുത്ത് പറഞ്ഞു, എനിക്ക് എന്തെങ്കിലും ഉപദേശിക്കണം, ഞാൻ എങ്ങനെ രക്ഷപ്പെടും? എന്റെ ടൈറ്റിൽ അറിയാലോ നാട്ടിലൊക്കെ. നാട്ടുകാരെ വെച്ച പേരാണത് പോക്രീന്. അത് നാട്ടുകാരെ വെച്ചാലും സ്വീകരിക്കും ആളുകൾ. അങ്ങനെയാണ്. ഞങ്ങളുടെ കുട്ടിക്കാലത്ത് ഒരാൾക്ക് ഇരുമ്പ് ബക്കറ്റ് എന്നാണ് പേര്. എന്താന്ന് വെച്ചാൽ കിണറ്റിൽ വെള്ളം എടുക്കുന്ന ഇരുമ്പ് ബക്കറ്റ് കൊണ്ട് വേറൊരുത്തൻ തല്ലി, വലിയ അപകടമായി. അന്ന് മുതൽ ഇയാൾക്ക് ഇരുമ്പ് ബക്കറ്റ് എന്നാണ് പേര്. പേര് പറഞ്ഞ അയാളുടെ പേര് വലിയൊരു പേര്, ആ പറഞ്ഞ ആർക്കും അറിയില്ല. ഇരുമ്പ് ബക്കറ്റ് എന്ന് വിളിച്ചാലേ അറിയൂ. ഇതുപോലെ നാട്ടുകാർ കൊടുത്ത പേരാണ് ഈ പൊക്കിരി എന്ന് പറയുന്നത്. ഇയാള് പറഞ്ഞു, എനിക്ക് നാട്ടുകാര് വെച്ച് തന്നിരിക്കുന്ന പട്ടപ്പേരാണ് പൊക്കിരി. എനിക്ക് ഒരു യോഗ്യതയില്ല, എനിക്ക് ഉപദേശിക്കണം. ഭഗവാൻ വേണ്ടി ഭഗവാൻ ഇങ്ങനെ പല ദിവസം ഭഗവാന്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് ഉപദേശിക്കണം. ഭഗവാൻ യൂഷ്വൽ എപ്പോഴും പറയണ പോലെ ഉപദേശിക്കാൻ എന്തുണ്ട്? ആരാ ഉപദേശം ചോദിക്കണം? ഉപദേശം ചോദിക്കുന്ന ആളാരാ? ഉപദേശം വേണമെന്ന് ചോദിക്കുന്ന ആളാരാ? അപ്പൊ ഇവർക്കൊക്കെ അറിയാം, പിന്നെ ഞാൻ ആരാണെന്ന് ചോദിക്കണം, ആത്മവിചാരം ചെയ്യണം, മനസ്സ് നിൽക്കണില്ല. ഒരു ദിവസം മഹർഷിയുടെ 2 കാലം പിടിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എന്നെ രക്ഷിക്കണം, എനിക്ക് വേറെ വഴിയില്ല. മണി വിട്, ശിവശിവാണ് ഇത്. ചുമ്മാ ഭഗവാന്റെ വായിൽ നിന്നും ശിവശിവ എന്ന ആ 4 അക്ഷരം ഇതിങ്ങനെ വെളിയിൽ വന്നതുണ്ടല്ലോ, അത് ആ മന്ത്രം അദ്ദേഹത്തിന്റെ പ്രാണനിലേക്ക് പ്രവേശിച്ചു. അദ്ദേഹം പിന്നാലെ പറഞ്ഞത്, ഞാൻ ജപിക്കേണ്ടിയൊന്നും വന്നില്ല, അതിങ്ങനെ ആവേശം. അമ്മയുടെ ഒരു വാക്കുണ്ട്, ഓതുവാ. ഓതുക എന്ന് വെച്ചാൽ ബ്രീത്തിങ് ഇൻ ടു യു. ഇങ്ങനെ ആവേശമാണ്. ഇപ്പൊ ജലദോഷമൊക്കെ ആവുമ്പോ നമ്മളിങ്ങനെ എടുത്ത് കൊടുക്കുന്നു വേണ്ടല്ലോ, അടുത്തിരുന്നാ പോരും. അതുപോലെ ഈ അനുഭൂതിയും അങ്ങടെ ആ പഞ്ചാക്ഷരം പോലുമല്ല, 2 അക്ഷരം, ശിവൈതി അക്ഷരദ്വയം. അത് ഭഗവാൻ ശിവശിവ എന്ന് പറഞ്ഞു. 4 അക്ഷരം പറഞ്ഞു.
അത് ഇങ്ങനെ ഇയാളെ പിടിച്ചെടുത്ത് രാവും പകൽ അദ്ദേഹത്തിന് അത് സാക്ഷാത്കാരമായിട്ട് മാറി. വിശ്വനാഥ സ്വാമി പറയും ബ്രഹ്മജ്ഞാനം ഉണ്ടായിരുന്നു എന്നുവെച്ചാൽ മനസ്സിൽ നിന്നുപോയി, മനസ്സിന്റെ പ്രവൃത്തികളൊക്കെ നിന്നുപോയി. പ്രാണൻ ആ ശിവനാമം കൊണ്ട് സ്പന്ദിക്കാൻ തുടങ്ങി. രക്തസംക്രമണത്തിലൊക്കെ ആ ശിവനാമം കലർന്നുപോയി. അദ്ദേഹം ഈ ശിവശിവ എന്ന് പറഞ്ഞ് ഭഗവാന്റെ ഈ കട്ടിലിന് ചുറ്റും ശയന പ്രദക്ഷിണം ചെയ്യും വയസ്സുകാലത്ത്. അല്ലെങ്കിൽ തടുത്താണെന്ന് പറയും എനിക്ക് ഭഗവാൻ എന്താ തന്നിരിക്കണമെന്ന് നിങ്ങൾക്ക് അറിയില്ല. എന്നുവെച്ചാൽ ഈ അനുഭൂതിയുള്ള ആചാര്യന് ആ അനുഭൂതിയെ ഒരു ദ്വയാക്ഷരയിൽ കൊടുക്കാൻ പറ്റും, ഒരു പഞ്ചാക്ഷരത്തിൽ കൊടുക്കാൻ പറ്റും. ശങ്കരാചാര്യർ പറഞ്ഞു പഞ്ചാക്ഷരി പഞ്ചരഞ്ജിതാഭ്യാം. പഞ്ചാക്ഷരി എന്ന് പറയുന്ന കൂട്, ആ കൂട്ടിൽ അടച്ചു കൊടുക്കുകയാണെന്നാണ് പരമേശ്വരനെയും ദേവിയെയും. പഞ്ചാക്ഷരി എന്ന് പറയുന്ന കൂട്ടില് ചിലർക്ക് കൂട് കെട്ടിയിട്ടുണ്ടാവും, അത് ശരിക്കും പഞ്ചാക്ഷരി പഞ്ചരഞ്ജിതാഭ്യാം അതിലൂടെ കൊടുത്തു. അപ്പോ ഹൃദയത്തില് അനുഭൂതി രൂപത്തില് ഭഗവാൻ ഹൃദയത്തിൽ പ്രകാശിച്ചു. അപ്പോ മന്ത്രജപം എല്ലാവർക്കും സാധന വേണം. ഭഗവത് സത്സംഗത്തിൽ വന്നു ഒക്കെ ചെയ്താലും നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ വേണമല്ലോ. ഒന്ന് ഗ്രന്ഥപാരായണം, രണ്ട് ഒരു സാധന വേണം. മനസ്സിനെ എങ്ങനെയെങ്കിലുമൊക്കെ ധ്യാനസ്ഥിതിയിലേക്ക് കൊണ്ടുവരണം. എങ്ങനെ ധ്യാനിപ്പിക്കും? ധ്യാനം എന്ന് പറയുന്നത് നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. നമുക്ക് ചെയ്യാവുന്നത് ശരിക്കും ഒരു വിത്ത് നമ്മളിൽ വീണാലേ ഒരു ചെടി മുളയ്ക്കും അല്ലേ? അതേപോലെ ഈ ഭഗവത് നാമം എന്ന് പറയുന്നത് വിത്താണ്. സിദ്ധമന്ത്രങ്ങളൊക്കെ വിത്തുകളാണ്. ആ വിത്ത് ഹൃദയത്തിൽ വീണ് കഴിയുമ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കുക. തിരുനാവുക്കരശ സ്വാമികൾ പറഞ്ഞു പഞ്ചാക്ഷരം എന്ന് പറയുന്ന വിത്ത് ഇട്ടിട്ട് തപസ് കൊണ്ട് വേലി കെട്ടി എന്റെ ഭക്തിയാകുന്ന ശ്രദ്ധയാകുന്ന നീര് പാച്ച് വെള്ളം ഒഴിച്ച് ഞാനിതാ ശിവാനുഭവമാകുന്ന ഒരു വലിയ മരം മുളച്ചിരിക്കുന്നു, ഭഗവത് അനുഭൂതിയാകുന്ന വൃക്ഷം മുളച്ചിരിക്കുന്നു. അപ്പൊ അതിനെ നമുക്ക് ചെയ്യാവുന്ന ഒരു സാധനയാണ് ഭഗവത് നാമത്തിനെ ആശ്രയിക്കാം, മന്ത്രത്തിനെ ആശ്രയിക്കാം. മന്ത്രജപം എങ്ങനെ പ്രവർത്തിക്കണം? സത്സംഗം പറഞ്ഞു, നമ്മള് സാധുസംഗത്തിന്റെ മഹിമ പറഞ്ഞു. ക്ഷേത്രങ്ങളും ക്ഷേത്രത്തിന്റെ പ്രയോജനമൊക്കെ അതാണ്. സാധുസംഗമാണ്, സത്സംഗമാണ്. അതിലൂടെയാണ് ഈ അനുഭൂതി പരക്കുക. അല്ലെങ്കിൽ നമുക്ക് ഇന്റർനെറ്റ് നോക്കിയാൽ മതിയല്ലോ ഇല്ലേ? ആളുകൾക്ക് ഒന്നുമില്ലാത്ത സമയത്ത് അതാവാം, പക്ഷേ ഒറിജിനൽ ആയിട്ട് ഒന്നും അതുകൊണ്ട് സാധിക്കില്ല. അതുകൊണ്ട് ഇപ്പൊ വൈദ്യം പഠിക്കാൻ പറ്റുമോ? അതുകൊണ്ട് ഊണ് കഴിക്കാൻ പറ്റുമോ? അതിൽ ഊണ് കഴിക്കുന്നതായിട്ട് 3 ഡയമെൻഷനിലും കാണിച്ചാൽ വിശപ്പ് എന്ന് പറയുന്നു. വിശപ്പ് എന്ന് പറയണ്ടേ ഇല്ലേ? അപ്പോ വാസ്തവമായ വിദ്യകളൊന്നും ഇതുകൊണ്ട് സാധ്യമല്ല. എന്നാൽ പഠിപ്പിക്കുന്നതൊക്കെ ആവാം. ഇപ്പോ പുസ്തകം വായിച്ച് പഠിക്കുന്ന പോലെ അതിൽ കേട്ട് പഠിക്കാം, അതൊക്കെ കുഴപ്പമില്ല. പക്ഷെ അനുഭൂതി വരണമെങ്കിൽ, ശരിയായ ഒരു മാറ്റം വരണമെങ്കിൽ, സർഫസ് നമുക്ക് മനസ്സിന്റെ മേലെ ഇങ്ങനെ കളിക്കുമ്പോൾ തോന്നും കിട്ടിയെന്ന് തോന്നും, പക്ഷെ അതല്ല. അന്തരംഗത്തില് സൂക്ഷ്മമണ്ഡലത്തിൽ നമ്മളെ സ്പർശിക്കണമെങ്കിൽ, ഇതാണ് മാണിക്യവാചകൻ പറഞ്ഞു. ഒരു തപസാധകനായിരുന്നു അദ്ദേഹം പറഞ്ഞു, ശിവ അനുഭൂതിക്കായി ഞാൻ പെടഞ്ഞു നോക്കി, പ്രാണായാമം ചെയ്തു നോക്കി, ഹഠയോഗം ചെയ്തു നോക്കി, ഒരുപാട് പുസ്തകങ്ങൾ പഠിച്ചു, എത്രയോ തീർത്ഥയാത്രകൾ ചെയ്തു. ഇതുകൊണ്ടൊക്കെ കിട്ടുന്നു വിചാരിച്ച് ചെയ്തു, കിട്ടിയില്ല. ലാസ്റ്റിൽ എനിക്ക് ഭഗവാനെ കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞു കരഞ്ഞു. അപ്പതാ അനുഭവം മുമ്പിൽ വന്നു നിൽക്കുന്നു. അഴുതാ മുന്നേ കരലാം. എന്താ നമ്മൾ ജനിച്ചോണ്ട് ചെയ്ത സാധനം അതാണ്. കുട്ടിയുടെ കരകളുണ്ടല്ലോ, നിങ്ങൾ എത്ര മനോഹരം അറിയോ? നിങ്ങൾ വിട്ടുനിന്ന് നോക്കിയാലുണ്ടല്ലോ ആ കരച്ചില് എന്താ, അത് ഡീപ്പസ്റ്റ് കൂർന്നാണ് വരുന്നത്. ആർട്ടിഫിഷ്യൽ അല്ല. നമ്മൾ വർത്തമാനം പറയുമ്പോൾ ആർട്ടിഫിഷ്യൽ, വിഷ്ണു സഹസ്രനാമം ഇങ്ങനെ വായു കൊണ്ട് നമ്മൾ പറയണതും കമ്പ്യൂട്ടർ പറയണതും ഒന്ന്.
തെറ്റുകൂടാന്ന് പറയും. നമ്മൾ തെറ്റിയിട്ട് പറയും അത്രേ വ്യത്യാസമുള്ളൂ. വായുകൾ ഉള്ളൊന്നും വരില്ല അല്ലേ? പക്ഷെ കരയുമ്പോഴോ, വാസ്തവത്തിൽ കരയുമ്പോൾ നമുക്ക് ആർട്ടിഫിഷ്യൽ ആയിട്ടൊന്നും ഇരിക്കാനേ പറ്റില്ല. നമ്മുടെ ഭഗവാൻ പറയും, നല്ല സംഗീതം അറിയുന്ന ഒരു പെൺകുട്ടി കരയുമ്പോൾ രാഗം നോക്കിയിട്ട് താളം നിൽക്കാതൊക്കെ കരയാൻ പറ്റുമോ? ഒക്കെ പോകും അങ്ങോട്ട് ഹൃദയം അല്ലേ? അത് അപ്പോ ഡെപ്തിൽ പോയി സ്പർശിക്കും. അതേപോലെ സത്സംഗത്തിൽ മഹാപുരുഷ സമ്പർക്കത്തിലും ഡെപ്തിൽ പോയി സ്പർശിക്കും, ഹൃദയത്തിനെ സ്പർശിക്കും. അവിടുന്ന് ഒരു ദീക്ഷ കിട്ടിയാണ് നമുക്കൊരു മന്ത്രജപം എന്തെങ്കിലും നമ്മുടെ ഉള്ളിൽ കടന്നിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, അത് നമുക്ക് ഭഗവത് ധ്യാനത്തിന് അനുകൂലമായിട്ട് തീരും. മനസ്സ് എന്ന് പറയുന്നത് ചിത്തവൃത്തികളാണ്, ധാരാളം വൃത്തികൾ. എങ്ങനെയെങ്കിലുമൊക്കെ ശാന്താവും. ഭാഗവതം പറഞ്ഞു, യോഗം എന്ന് വെച്ചാൽ എന്താന്ന് വെച്ചാൽ പരോഹി യോഗ മനസ്സമാധി. എന്താണ് യോഗം എന്ന് വെച്ചാൽ മനസ്സ് സമാഹിതമായിട്ടിരിക്കാം, ശാന്തമായിട്ടിരിക്കാം. പിന്നെ നമുക്കൊന്നും വേണ്ട. വലിയ യോഗം അതാണ്. നിങ്ങൾ എന്ത് ചെയ്തിട്ടാണെങ്കിലും വേണ്ടില്ല, മനസ്സ് എങ്ങനെയെങ്കിലും നിശ്ചലമാവണം, ശാന്തമാവണം. അതിന് ഒരു സ്ഥൂലവും സൂക്ഷ്മവും ഒക്കെ ആയിട്ടുള്ള ഒരു സാധനമാണ്. എപ്പോഴും ചെയ്യാവുന്ന ഒരു സാധനം വേണം. അതിനൊരു സാധനയാണ് ഭഗവത് നാമജപം അല്ലെങ്കിൽ മന്ത്രജപം. മന്ത്രത്തിനും നാമത്തിനും എന്താ വ്യത്യാസം? ദീക്ഷയൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ പോലും നാരായണ രാമ നാമാണ്. നമുക്കൊരു ശ്രദ്ധയും ഭക്തി ഉണ്ടെങ്കിൽ അന്തര്യാമി ദേവത ദീക്ഷിച്ചോളും, ജപിച്ചോളും. മന്ത്രം എന്ന് പറയുന്നത് ഒരു സദ്ഗുരുവിൽ നിന്നും ലഭിക്കുന്നതാണ്. അത് കിട്ടിക്കഴിയുമ്പോ അത് അപ്പൊ തന്നെ സിദ്ധമാവും. ഇയാൾക്ക് യോഗ്യതയുണ്ടെങ്കിൽ ആ മന്ത്രം ചെല്ലുമ്പോൾ, ഉള്ളിൽ ചെല്ലുമ്പോൾ സിദ്ധമാവും. അനുഭവമായിട്ടാണ് അത് പ്രവർത്തിക്കുക. അതൊരു അനുഭൂതിയുടെ തരംഗമായിട്ടാണ് ഉള്ളിൽ പൊന്തി വരിക, അല്ലാതെ ഇറ്റ്സ് നോട്ട് ത്രൂ എഫർട്ട്. അത് സിദ്ധമന്ത്രങ്ങളുടെ ലക്ഷണമാണ്. അങ്ങനെ ഒരു ഗുരുപദിഷ്ടമായിട്ടോ അല്ലെങ്കിൽ നാമജപമായിട്ടോ മനസ്സിനെ പിടിച്ചു കെട്ടണം. മനസ്സിന് ഒരു വരമ്പ് പോലെയാണ്. അതിങ്ങനെ അലഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഈ മനസ്സ് നമ്മളുടെ ജീവിതം താറുമാറാക്കണം. ശാന്തിയില്ല. അപ്പൊ എന്ത് ചെയ്യും? പുറമേക്ക് തപസ് കൊണ്ട് ശരീരത്തിന് എത്ര കെട്ടിയിടാൻ പറ്റുമോ ചെയ്യാം. അകമേക്ക് എന്ത് ചെയ്യും? ഭഗവത് നാമ ജപം. ശിവഭക്തന്മാരായിട്ടുള്ള നായന്മാരൊക്കെ പഞ്ചാക്ഷരത്തിലെ പറഞ്ഞു. ശരിക്കും അവര് ശിവന്റെ രൂപമൊന്നും അധികം വർണ്ണിച്ചില്ല. അവര് പറഞ്ഞ ഈ പഞ്ചാക്ഷരം തന്നെയാണ് അവന്റെ രൂപം. നമഃശിവായ വാഴ്ക, നാദൻ താഴ്വാഴ്ക, ഇവൈപ്പൊഴുതും എന്നഞ്ചിൽ നീങ്കാതാൻ താഴ്വാഴ്ക. ആ പഞ്ചാക്ഷരം വാഴ്ത്തപ്പെടട്ടെ. പഞ്ചാക്ഷരത്തിനോട് നമസ്കാരം, ആ ഗുരുചരണത്തിനോട് നമസ്കാരം. ഒരു ക്ഷണനേരം പോലും എന്റെ ഉള്ളിൽ നിന്ന് വിട്ടുപിരിയാതിരിക്കുന്ന അനുഭവത്തിന് നമസ്കാരം. ഇവയിപ്പോഴും ഒരു കണ്ണിമയ്ക്കുന്ന നേരം പോലും ഉള്ളിൽ നിന്നും ശിവൻ പിരിഞ്ഞിട്ടില്ല. ആ അനുഭൂതി സ്വരൂപമായ ആ ഭഗവാനോട് നമസ്കാരം. ആ പഞ്ചാക്ഷരത്തിനെ അഥവാ അഷ്ടാക്ഷരമോ അവരവർക്ക് എന്താണോ എന്നുവെച്ചാൽ ആ നാമം ഒരു ശബ്ദബ്രഹ്മമാണ്. ഭാഗവതം പറഞ്ഞു, ശബ്ദബ്രഹ്മ പരം ബ്രഹ്മ മമോഭേ ശാശ്വതി തനു. ഭഗവാന് ശാശ്വതമായ രണ്ട് ശരീരമാണത്രേ. ഒന്ന് ശബ്ദബ്രഹ്മം, രണ്ട് ശുദ്ധബോധം ചൈതന്യം പരബ്രഹ്മം. നമുക്ക് ആശ്രയിക്കാവുന്നത് ഈ ശബ്ദബ്രഹ്മത്തിനെയാണ്. വേദത്തിന് നമ്മൾ ശബ്ദബ്രഹ്മം എന്ന് പറയും. പക്ഷെ ഒരു മന്ത്രം എടുത്താൽ ആ മന്ത്രം തന്നെ നമുക്ക് വേദമാണ്. ഇപ്പൊ ഈ ഭക്തന്റെ കഥ പറഞ്ഞതുപോലെ ആശ്രയം എന്താ? ശിവശിവ. ഒരു ഭക്തൻ ശൃംഗേരി ശങ്കരാചാര്യർ അഭിനവ വിദ്യാതീർത്ഥ സ്വാമികളുള്ളപ്പോ അദ്ദേഹത്തിന്റെ കഥ, ഒരു വലിയ പണക്കാര കുടുംബം, അവരുടെ മകൻ
ഹൈലി എഡ്യൂക്കേറ്റഡ് പേഴ്സൺ, വളരെ വലിയ ഉയർന്ന വിദ്യാഭ്യാസമുള്ള കുട്ടി. അപ്പോ അവരുടെ കുടുംബത്തിലുള്ളവർക്കൊക്കെ ഈ ശൃംഗേരി മഠാനായിട്ട് കണക്ഷൻ ഉണ്ട്. അപ്പൊ അഭിനവവിദ്യാതീർത്ഥ സ്വാമികളുടെ അടുത്ത് ക്യാമ്പ് ചെയ്യാനും ആചാര്യർ പുറപ്പെടാനായി. അപ്പോ ആ വീട്ടിലുള്ള ആളുകൾ പറഞ്ഞു, നോക്കൂ, നമ്മുടെ കുടുംബ ഗുരുവാണ്, നമ്മുടെ കുലഗുരുവാണ്, എല്ലാം കൊണ്ടും എല്ലാവർക്കും ഗുരുവാണ്, ഒന്ന് പോയി കണ്ടിട്ട് വരുന്നു മകന്റെ അടുത്ത്. ആ മകൻ പറഞ്ഞു, എനിക്കിതൊന്നും വിശ്വാസമില്ല, എനിക്ക് ഇതിലൊന്നും ഒരു അഭിരുചിയില്ല. അപ്പൊ ആ വീട്ടിലെ അമ്മ പറഞ്ഞു, അഭിരുചി ഉണ്ടോ ഇല്ലയോ, ഞങ്ങൾക്ക് വേണ്ടിയിട്ടെങ്കിലും ഒന്ന് പോയി കണ്ടിട്ട് വരുന്നു. ശരി, ഇവർ പറഞ്ഞു എന്ന് പറഞ്ഞൊരു മുണ്ടൊക്കെ കൊടുത്ത് ആചാര്യരെ കാണാൻ പോയി. കാണാൻ പോയ സ്ഥലത്ത് വളരെ അത്ഭുതമായ ഒരു ഇൻസിഡന്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാണാൻ പോയ സ്ഥലത്ത് ആചാര്യർക്ക്, പാപ്പ ഇவ்வளவு நாள் எங்க இருந்தேன், എவ்வளவு നാളാ വെയിറ്റ് பண்ணிட்டு, ഇത്ര ദിവസം എവിടെയായിരുന്നു, ഇത്ര ദിവസമായി ഞാൻ തന്നെ പ്രതീക്ഷിച്ചിരിക്കായിരുന്നു, എന്നെ വേണംപ്പാ, കർണാടക സ്റ്റൈൽ അപ്പാപ്പ എന്നെ വേണംപ്പാ. അദ്ദേഹം ഈ എനിക്ക് വിശ്വാസമില്ല എന്ന് പറഞ്ഞ കുട്ടി പറഞ്ഞു, ആചാര്യൻ എനിക്ക് ഉപദേശം പറഞ്ഞു, ആചാര്യയുടെ ഉപദേശം നാളേക്ക് കൊടുക്കുറപ്പാ. അടുത്ത ദിവസം രാവിലെ ചെന്നതും പഞ്ചാക്ഷരം ഉപദേശിച്ചിട്ട് പറഞ്ഞു, ശാരദാമ്മ അനുഗ്രഹം பண்ணிட்டா, ശക്തിപാദം കൊടുത്തത് എന്റെ ജന്മാവിലെ നീ സിദ്ധനായിരുന്നു. വലിയ യോഗിയായ അദ്ദേഹം ആ ശിഷ്യൻ. പക്ഷേ ഈ കഥയില് ഇപ്പോഴും അദ്ദേഹം വലിയ യോഗിയാണ്, ഇപ്പോഴും ഉണ്ട് അദ്ദേഹം. പക്ഷേ നോക്കൂ, നമ്മൾക്ക് പോലും അറിയില്ല നമ്മൾ എന്താണ്. നമ്മൾ സ്വയം ഡിക്ലെയർ ചെയ്യുന്ന എനിക്ക് വിശ്വാസമില്ല, എനിക്ക് ശ്രദ്ധയില്ല, എനിക്കിതിലൊന്നും ഇല്ല. അതൊക്കെ ഇതുവരെ നടക്കുമെന്ന് വെച്ചാൽ ഈ തിരി എണ്ണയിൽ മുക്കിയിട്ട് തീയുടെ അടുത്ത് പോകുമ്പോ എനിക്ക് ഈ തീയിനോട് അറ്റാച്ച്മെന്റേ ഇല്ല, തിരി പറഞ്ഞിട്ട് എന്ത് കാര്യം ഇല്ലേ? കർപ്പൂരം തീയുടെ അടുത്ത് പോകുമ്പോ എനിക്ക് കർപ്പൂരങ്ങളൊക്കെ ശരി, എനിക്ക് ഇതിനോട് അടുത്ത് ചെന്നാൽ തീ പിടിക്കും. അത് ആ അനുഗ്രഹ തത്വമാണ്, അനുഗ്രഹ തത്വത്തിന്റെ പവറാണ്. ആ ഉപദേശം ചെയ്തു, സമാധി അനുഭവസ്ഥിതനായിട്ട് തീർന്നു, വളരെ യോഗനിഷ്ഠനാണ് അദ്ദേഹം. ഇത്രയൊക്കെ ഒരു ഒരു മന്ത്രം ഉള്ളിൽ പോകുമ്പോ ഭക്തി, ശ്രദ്ധ പുറമേക്ക് പറയാൻ പോലും പറ്റില്ല അല്ലേ? ഈ കഥ ഞാൻ പറഞ്ഞ കഥയില് ആ യുവാവിന് ഭക്തിയോ ശ്രദ്ധയോ ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ അങ്ങനെ കാണാൻ പറ്റും. അപ്പൊ എന്താ കാര്യം, എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളില് ഭക്തി ഉണ്ടോ ശ്രദ്ധ ഉണ്ടോ എന്ന് പോലും നമുക്കറിയില്ല. മഹാപുരുഷന്മാര് ഇങ്ങനെയൊന്നും ബാഹ്യമായിട്ടൊന്നും നോക്കുകയില്ല. വേറെ ഒരാൾ, ഇതേ അഭിനവവിദ്യാതീർത്ഥ സ്വാമികളുടെ കഥ പറയുമ്പോൾ തന്നെ എനിക്കൊരു ഇൻസിഡന്റ്. ശങ്കരയ്യർന്ന് വന്നിട്ട് ഒരു ബ്രഹ്മചാരി, അദ്ദേഹം മരിച്ചു. നല്ല ഭക്തനായിരുന്നു, എന്നോട് വലിയ ഭക്തിയായിരുന്നു. നമ്മളാശ്രമത്തിൽ വരും, കൂടെ വന്ന് താമസിക്കും ഒക്കെ ചെയ്യും. അദ്ദേഹത്തിന്റെ വീട്ടിലൊരു ഫോട്ടോ ഉണ്ടായിരുന്നു. നിങ്ങളുടെ ഭാരതീയ തീർത്ഥ സ്വാമികളും നിങ്ങളുടെ അഭിനവ് രണ്ടുപേരും കൂടെ എന്തോ പറഞ്ഞു അദ്ദേഹത്തിന്. ഞാൻ ചോദിച്ചു, എന്നെ സ്വന്തം കല്യാണം കൊണ്ട് പഠിക്കാതെല്ലോ, കല്യാണം കഴിക്കണ്ടെന്ന് പറഞ്ഞതാണ്. രണ്ടുപേരും ഇവിടുത്തെ ഉടനെ പ്രധാനമരുടെ ഫോട്ടോ ഉണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇതേപോലെ ആയിരുന്നു, എനിക്കിതിലൊന്നും വിശ്വാസമില്ല. ആ യൗവനത്തിന്റെ തിളപ്പ് സംഭവം. അങ്ങനെ പോയി കൽക്കട്ടയിൽ പോയി എന്തോ ജോലി സമ്പാദിച്ച് അമ്മാവന്റെ വീട്ടിൽ പോയി താമസിക്കായിരുന്നു. അപ്പോ അമ്മാവൻ പറഞ്ഞു, ആചാര്യർ വന്നിരിക്കണു, ഇനിയിപ്പോ ഇവിടുന്ന് ക്യാമ്പ് പുറപ്പെടുന്നതിന് മുമ്പ് ഒന്ന് പോയി കണ്ടിട്ട് വരൂ. ഒന്നും വിളിച്ചില്ല. പക്ഷെ അവരുടെ വീട്ടിലാണ് ഊണ് കഴിക്കണം. അതുകൊണ്ട് അവർ പറഞ്ഞ് കേൾക്കാതിരുന്ന പറ്റില്ലല്ലോ. അപ്പോ എല്ലാവരും ഇവരൊക്കെ ഈ തിരുനെൽവേലിക്കാരാണ്, അധികം പേര് ശൃംഗേരി മഠത്തിലെ ഭക്തന്മാരാണ്. അപ്പോ സ്വാമികളെ പോയി കണ്ടിട്ട് വരുമെന്ന് പറഞ്ഞു. പറഞ്ഞാൽ കേട്ടിട്ടില്ലെങ്കിൽ മോശമല്ലേ എന്ന് പറഞ്ഞിട്ട് പോയി. പോയപ്പോ ബംഗാളി നല്ലോണം അറിയാൻ അദ്ദേഹത്തിന്.
ഈ ശങ്കരയിൽ. അവിടെ ചെന്നപ്പോ ഒരു ബംഗാളി സ്ത്രീ, അവര് സ്വാമികളുടെ അടുത്ത് വന്നിട്ട് അവരുടെ മകള് മരിച്ചുപോയ കാര്യവും മറ്റു കുടുംബത്തിലുള്ള കഷ്ടങ്ങളും ഒക്കെ പറഞ്ഞ് കരയുക. സ്വാമികള് ബംഗാളിയിൽ പറഞ്ഞ് കരയാണ്. അപ്പൊ സ്വാമിയോട് ചോദിച്ചു, എല്ലാം കഴിഞ്ഞ് ആർക്കാവും ബംഗാളി കഴിയുമാന്ന്. ഇയാളെ എന്താ സ്വന്തം. അപ്പൊ അതൊക്കെ തമിഴിൽ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു. ഇങ്ങനെ പറയണു, ഓ എല്ലാം ശരിയായിടണോ, എല്ലാം നിമ്മതിയാ ഇരിക്കല, എല്ലാം ചൊല്ലും, ശാന്തിയായിട്ട് ഇരിക്കാൻ, ഒന്നും വിഷമിക്കണ്ടെന്ന് പറഞ്ഞു കൊടുത്തത്. ഇദ്ദേഹം അങ്ങനെ ബംഗാളിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് അവർക്ക് പറഞ്ഞു. അതൊക്കെ കഴിഞ്ഞിട്ട് അവര് പോയ ശേഷം ഇയാളെ വെറുതെ ഒന്ന് നമസ്കരിച്ചിട്ട് ഓടാൻ വന്ന ആളാണ്. ഇയാളോട് പറഞ്ഞു, ഇയാൾപ്പാ. അപ്പൊ പറഞ്ഞു, ഈ അമ്മാവന്റെ പേര് പറഞ്ഞിട്ട് ആ കുടുംബത്തിൽ നിന്നാണ്. ഓ അതുതാ ഇവിടെ ഭക്തി. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഭക്തിയേ ഇല്ലാതെ ഞാൻ പോയിരിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിന്റെ വായ കൊണ്ട് അതുതാ ഇവിടെ ഭക്തി എന്ന് പറഞ്ഞതോടുകൂടെ പിന്നെ വിട്ടിട്ടേ ഇല്ല, അവിടുന്ന് വിട്ട് പിരിഞ്ഞിട്ടേ ഇല്ല. ജീവിതത്തിന് ആനന്ദമായി വലിയ മഹാത്മാവായിരുന്നല്ലോ. അവർക്കും അഭിനവ വിദ്യാർത്ഥികൾക്ക് സ്വാമികൾക്ക് നടുവിലൊക്കെ ഇദ്ദേഹമാണ് ഓടിയത്. എന്താണെന്ന് ആനന്ദമയി പറഞ്ഞു, ആചാര്യർ വന്നിരിക്കണം, നമ്മുടെ ആശ്രമത്തിലേക്ക് വിളിക്കണമെന്ന് പറഞ്ഞ് ഇദ്ദേഹത്തിനാണ് പറഞ്ഞയച്ചത്. ഇദ്ദേഹമാണ് എന്ന് വിളിച്ചതൊക്കെ. അപ്പോ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഭക്തി ഉണ്ടെന്ന് എനിക്ക് അറിയില്ല, എനിക്ക് വിശ്വാസമൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ടാ പോയത്. ആചാര്യർ പറഞ്ഞു, അതുകൊണ്ടോ ഭക്തി എന്ന് പറഞ്ഞു. അതോടെ കഴിഞ്ഞു. അപ്പോ എല്ലാവരുടെ ഉള്ളിലും ഭക്തിയുണ്ട്, എല്ലാവരുടെ ഉള്ളിലും ശ്രദ്ധയുണ്ട്, എല്ലാവരുടെ ഉള്ളിലും വിശ്വാസമുണ്ട്. നമ്മൾക്ക് ആ മനസ്സിനെ ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചുവിടാൻ ഒരു ഉപായം വേണം. അതില് ഏറ്റവും ഉത്തമമായ ഉപായമാണ് ഭഗവത് നാമത്തിനെ, മന്ത്രത്തിനെ പിടിച്ചുകൊണ്ട് ആരംഭിക്കണം. പിന്നെ ധ്യാനമൊക്കെ വേണം. എന്തെങ്കിലും ഒരു സാധന വേണമല്ലോ, അല്ലേ? സാധന വേണം. അപ്പൊ എന്താ സാധന? മനസ്സിങ്ങനെ അലഞ്ഞ് നടക്കണം. മനസ്സ് ചിത്തവൃത്തികളാണല്ലോ, തരംഗങ്ങളാണ്. ഇപ്പൊ നാരായണ ഗുരു ഒരു കൃതി എഴുതിയിട്ടുണ്ട്. എനിക്കൊരു 10-15 വയസ്സാകുമ്പോൾ രാമകൃഷ്ണ മഠത്തിലൊരു സ്വാമിയാണ് അത് എടുത്തത്. ആ കൃതി കണ്ട് ഞാൻ ആശ്ചര്യപ്പെട്ടു. ജനനീ നവരത്ന മഞ്ചൻ. അപ്പോ ആ കൃതി കണ്ടിട്ട് ദുഃഖം അദ്ദേഹം എഴുതിയിട്ടുണ്ടോ നമുക്കൊന്നും അറിയില്ല. ആ പാട്ട്, ആദ്യത്തെ പാട്ട് നോക്കുമ്പോ ഒന്നായ മാമതിയിൽ നിന്നായിരം ത്രിപുടി നിന്നായിരം ത്രിപുടി വന്നാശു തന്മതി മറന്ന് അന്നാദിയിൽ പ്രിയമുയർന്നാടലാം കടലിൽ ഒന്നായി വീണു വലയും എന്നാശയം ഗതി വെറും നാദഭൂമിയിലും അന്നാവിരാഭപടം ചിന്നാവിൽ ത്രിപുടി എന്നാണറുംപടി കലർന്നാടിടുന്നു ജനം. ഒന്നായ മാമതിയിൽ നിന്നായിരം ത്രിപുടി തന്നാശു തന്മതി മറന്നു. നമ്മുടെ മാമതി എന്ന് വെച്ചാൽ മഹത്തത്വം അതൊക്കെ വിട്ടേക്കും. നമ്മുടെ ഉള്ളിൽ തന്നെ നോക്കിയാൽ കാണാം, ഒരു ചിത്തവൃത്തി ജനിച്ചു, അതൊരു ജീവിതമാണ്. അഗാധമായി ധ്യാനിക്കാൻ അഭ്യസിക്കും തോറും മനസ്സിലാവും, ഈ ജന്മം എന്ന് പറയുന്നത് ഈ പുറത്ത് ഈ ജനിച്ചതൊന്നുമല്ല, ഉള്ളിലുണ്ടാകുന്ന ഇമോഷൻസ്, വൃത്തികൾ, അതൊക്കെ ഓരോ ലോകമാണ്. അതൊരു മണ്ഡലമാണ്. ചാന്തോക്യോപനിഷത്ത് പറയുന്നത് ഈ ഒരു ലോകം, അതൊരു ലോകം, രണ്ട് ലോകങ്ങളെ ഉള്ളുന്ന. കണ്ണടച്ച ഒരു ലോകം, കണ്ണടയ്ക്കൊന്നും വേണ്ട. നമ്മുടെ സത്സംഗത്തിലേക്കുമ്പോ ആ ലോകത്തിൽ മുക്കാലും ഇവിടെ കാലുമാണ്. കാല് മാത്രമേ ഇവിടെ ഉള്ളൂ, അല്ലേ? ബാക്കി അവിടെ ഇങ്ങനെ യാത്ര ചെയ്യും ചിത്തം. ആസ്ട്രൽ പ്ലെയിൻ, വൃത്തി ലോകത്ത് അങ്ങനെ വ്യാപിച്ചുകൊണ്ടിരിക്കും. എത്രയോ ജനനങ്ങൾ. 1000 ത്രിപുടി വന്ന് ആശു തൻ മതിമറന്ന് അന്നാദിയിൽ പ്രിയമുയർന്ന് ആടലാം കടലിൽ വീഴും. ആടൽ എന്ന് വെച്ചാൽ ദുഃഖം, ക്ലേശം, സംസാരം. തന്മതി മറന്ന് ഓരോ ചിത്തവൃത്തികളിൽ ജ്ഞാനുണ്ടായി കഴിയുമ്പോൾ ചിത്തവൃത്തികളിലൊക്കെ ജ്ഞാനുണ്ടാവും. ജ്ഞാനമില്ലാത്തപ്പോ ചിത്തവൃത്തികളൊക്കെ ഒക്കെ കള്ളമാണ്. ഇങ്ങനെ വൃത്തികൾ ഇമേജസ്
എന്തൊക്കെയോ ഐഡന്റിഫിക്കേഷൻ, ഞാൻ ഇവനാണ്, അവനാണ്, അതാണ്, അതാണ്, ഇതിന് ലോകലോകമായി യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു. സ്വപ്ന ലോകത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു, ഭാവനാലോകത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു അല്ലേ? അപ്പോ അവിടെ എന്ത് പറഞ്ഞു പിടിച്ചതിന് ചിന്നാഭിയിൽ ത്രികുടി എന്നാണ് അറുമ്പടി കലർന്നാറിടുന്നു, കലർന്ന് ആറിടുന്നു ജനനി. ഈ ചിത്തം മാറി വച്ചുകൊണ്ടിരിക്കുന്ന ചിത്തം ഒന്ന് ശാന്തമായി, നമ്മുടെ ഭഗവാൻ പറഞ്ഞു ചിത്തം കുളിര്, ആ ചിത്തം ഒന്ന് കുളിരണം, ഒന്ന് ശാന്താവണം. മനസ്സ് നിശ്ചലമാവുമ്പോ സൃഷ്ടിയൊക്കെ നിലച്ചു. ഇഹൈവൻ തൈൽ ജിതസർഗഃ യേഷാം സാമ്യേ സ്ഥിതം മനഃ. ആരുടെ മനസ്സ് നിശ്ചലമായോ സൃഷ്ടിയൊക്കെ അവസാനിച്ചു. മനസ്സിങ്ങനെ ചഞ്ചലമായി ഓടുമ്പോ എത്രയോ ജന്മമാണ്, എത്രയോ ജനനങ്ങളാണ്. പുറത്തുള്ള ഈ ജനനം മാത്രമല്ല, ഉള്ളില് ഞാൻ ആരൊക്കെയോ ആയിക്കൊണ്ട് ഇതിന്റെ കണ്ടിന്യൂവേഷനാണ് അടുത്ത ജന്മം നമുക്ക് പറയുന്നത്. ഒരു യോഗി, യോഗവാസിഷ്ടത്തിലൊരു കഥയുണ്ട്. ഒരു യോഗി ധ്യാനത്തിലിരുന്നു, ഇരുന്ന് നല്ല അഗാധമായി ധ്യാനം ചെയ്യും, ചുറ്റും പുറ്റു വളർന്നു. ആ സമാധിയിലിരിക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ അദ്ദേഹത്തിന് ഒരു സങ്കല്പം ഉണ്ടായി. സങ്കല്പം ഉണ്ടായിട്ട് അദ്ദേഹം തീരുമാനിച്ചു കുറെ സുഖങ്ങളൊക്കെ അനുഭവിക്കണം, എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് സ്വയം ഭാവനയുടെ ലോകത്തിൽ ഒരാളായിട്ട് തോന്നി. എന്നിട്ട് അയാൾ എവിടേക്കോ പോയി ജനിച്ചു. വളർന്നു വന്നിട്ട് അയാളെങ്ങനെ കുറെ ജീവിച്ചൊക്കെ കഴിഞ്ഞ് കാട്ടിൽ വേട്ടയൊക്കെ വന്ന് നോക്കുമ്പോൾ ഒരു ഉറുമ്പ് പുറ്റ്. ആ പുറ്റ് ഇങ്ങനെ ഇളക്കിയെടുത്തപ്പോൾ അതിനൊരു യോഗി, ആ യോഗിയെ എഴുതിപ്പിച്ചു. ആ യോഗി ഇങ്ങനെ നോക്കി, ഇദ്ദേഹം ആരാന്ന് നോക്കിയപ്പോ യോഗിക്ക് എവിടെയോ കണ്ട പരിചയമുണ്ടല്ലോ, അദ്ദേഹമാണ്. ഇങ്ങനൊരു കഥയുണ്ട്. ഈ യോഗി സമാധിയിൽ ഇരുന്നുകൊണ്ട് സങ്കല്പം ഉണ്ടാക്കി, ആ സങ്കല്പം എവിടെയോ പോയി ജനിച്ച്. ഇപ്പൊ ഇതിലിപ്പോ ഏതാ സത്യം, ഏതാപ്പ സത്യം? ചിലപ്പോ നമ്മള് അടുത്ത ബെഞ്ചിലിരിക്കുന്നതാണോ ഒന്ന് സൂക്ഷിച്ചു നോക്കിയാ ആരാണോ നോക്കുമ്പോ ചിലപ്പോ നമ്മൾ തന്നെയാണോ ഇത് മുഴുവൻ നമ്മളാണ്, നമ്മളുടെ സങ്കല്പമാണ്. എനിക്ക് ഈ സത്സംഗം ചെയ്യാൻ കുറെ ആളുകൾ വേണ്ടത് കൊണ്ട് ഞാൻ ഉണ്ടാക്കിയെടുത്താണ് നിങ്ങളൊക്കെ. നിങ്ങൾക്ക് സത്സംഗ ശ്രവണം ചെയ്യാൻ ഒരാൾ വേണമെന്നുള്ളത് കൊണ്ട് ഇന്നത്തേക്ക് എന്നെ ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇങ്ങനെ പരസ്പരം ഉണ്ടായി മാറും അറിവ് ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ് ഞങ്ങളുടെ സങ്കല്പം. സങ്കല്പം കൊണ്ട് പലതും അഹോ നാടകം നിഖിലവും, മുഴുവൻ ഒരു നാടകം. ചിത്തം ചലിച്ചുവോ ഭ്രമയാണ്, മൊത്തത്തിൽ ഭ്രമമാണ്. ചിത്തം ചലിക്കുമ്പോ ഇങ്ങനെ എന്തൊക്കെയോ ഉണ്ടായിക്കൊണ്ടിരിക്കും, സുഖവും ദുഃഖങ്ങളും ഒക്കെ. ആ ചിത്തത്തിനെ എങ്ങനെ ശാന്തമാക്കും? ചിത്തം വൃത്തികളാണ്, തരംഗങ്ങളാണ്. പുറത്ത് മാത്രമാണ് തോട്ട്സ്. കുറച്ച് ഡീപ്പ് ഒന്ന് കുഴിച്ചു നോക്കിയാൽ കുറെ വേവ്സ് ആണ്, തരംഗങ്ങളാണ്. സർഫസിലാണ് തോട്ട്സ്, ചിത്തവൃത്തികൾ. വൃത്തികളുടെ ഇത്തിരി ആഴത്തിൽ പോയി നോക്കിയാൽ നമ്മൾ വികാരങ്ങൾ എന്ന് പറയും, ഇമോഷൻസ് എന്ന് പറയും, അതൊക്കെ ഓരോ തരംഗങ്ങളാണ്. ആ തരംഗങ്ങളുടെ മണ്ഡലത്തിലാണ് ഭഗവാന്റെ നാമത്തിൽ നമ്മൾ പ്രവേശിപ്പിക്കണം. ആ മന്ത്രം ഉള്ളിൽ ചെല്ലുമ്പോ മന്ത്രം വെച്ചുകൊണ്ട് ജീവിക്കാൻ പഠിക്കണം. മന്ത്രത്തിനെ ആഴത്തിൽ ഉള്ളിൽ കുഴിച്ചിടണം. ആ ജപം ഉള്ളിൽ ചെന്ന് ഹൃദയത്തിന്റെ ഉള്ളിൽ ചെന്ന് മാണിക്യവാചകർ പറഞ്ഞു, ശിവായ നമഃ പെற்றேன் തേനായി നമുതമായി തിത്തിക്കും ശിവപെരുമാൻ. എനിക്ക് വലിയ ലാഭം ഉണ്ടായിരുന്നു. എന്താ ലാഭം എന്ന് വെച്ചാൽ ശിവായ നമഃ പെற்றேன், ശിവായ നമഃ, ആ പഞ്ചാക്ഷരം എനിക്ക് ലഭിച്ചു. ആ പരമേശ്വരൻ തേനായി നമുതമായി തിത്തിക്കും ശിവപെരുമാൻ. നല്ല അമൃതം പോലെ മധുരമായി, അതിമധുരമായി, ആനന്ദമായി, ശാന്തിയായി ഉള്ളിലിങ്ങനെ നല്ല മധുരമായി ഉള്ളിൽ ഭഗവാനെ അനുഭവിക്കണം. അതോ ആ അനുഭവം ഉള്ളിൽ വന്നതും ഞാനൊന്നും ലോകത്തുനിന്ന് വിട്ടുപോകേണ്ട ആവശ്യമില്ല, ഒക്കെ വിട്ടുപോയി. എല്ലാ ബന്ധങ്ങളും വിട്ടുപോയി. ശാന്തി ഉള്ളിൽ പുഷ്പം വിരിയുന്ന പോലെ വിരിഞ്ഞു. 1000 ഇതളുകളുള്ള താമര വിരിഞ്ഞു എന്നൊക്കെ പറയണത് നമുക്ക് അനുഭവിക്കാം. ആ ആനന്ദ ഹൃദയത്തിൽ അനുഭവിക്കാം. പക്ഷെ അതിന് ഈ ഭഗവൻ നാമത്തിനെ ഉള്ളിൽ
ഉള്ളില് ആശ്രയമായിട്ട് പിടിക്കണം. അതിൽ ശ്രദ്ധ വേണം, ഭക്തി വേണം. നാമത്തിലെ ശ്രദ്ധ, ഗുരുവിലെ ശ്രദ്ധ, ശാസ്ത്രത്തിലെ ശ്രദ്ധ. കൊച്ചു കുട്ടികളെ പോലെ വിശ്വസിക്കാൻ പഠിക്കണം. മഹായുക്തിവാദികളെയും ജയിക്കാൻ തക്കവണ്ണം ശാസ്ത്രത്തിന്റെ യുക്തിബലവും ഉണ്ടാവണം. പക്ഷെ ആ യുക്തിബലം ഇല്ലെങ്കിലും കുഴപ്പമില്ല, കുട്ടികളെ പോലുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ ആ യുക്തിബലമൊക്കെ ആചാര്യ സ്ഥാനത്തിന് അല്ലെങ്കിൽ വേദാന്ത വിചാരത്തിന് ഉപയോഗപ്പെടും. ആ യുക്തിബലം ഇല്ലെങ്കിലും കുഴപ്പമില്ല, കൊച്ചു കുട്ടികളെ പോലെ വിശ്വസിക്കാൻ കഴിയും. നിങ്ങള് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഒരു മാഷ് വല്ലാതെ വിചാരം ചെയ്യും, യുക്തിവാദം ചെയ്യും. അപ്പൊ ഒരു കുട്ടിയുടെ അടുത്ത് ആ മാഷ് പറഞ്ഞു, എന്താണോ ദൈവം, ആറ്റമാണോ മോളിക്യൂളാണോ ഒക്കെ ചോദിച്ചു. ആ കുട്ടി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, മാഷെ അതൊന്നും പറയരുതോ, കൃഷ്ണൻ എന്റെ ഉള്ളിൽ കളിക്കണം, എന്റെ അച്ഛൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ആ കുട്ടിയുടെ കണ്ണിൽ കണ്ണീര് പറഞ്ഞു. മാഷ് പറഞ്ഞു, കരണ്ടാട്ടോ കരണ്ട, വേറെ ഒന്നും വലിയ യുക്തിവാദമാണ്, കരണ്ടാട്ടോ. മാഷ് പേടിച്ചു പോയി, കുട്ടി കരഞ്ഞപ്പോ. അദ്ദേഹത്തിന് പിന്നാലെ അദ്ദേഹത്തിനും വിശ്വാസവും ഭക്തിയും ഒക്കെ ആയിരുന്നു. പക്ഷേ ഈ കൊച്ചു കുട്ടികളെ പോലുള്ള ഹൃദ്യമായ ഭക്തി ഉണ്ടല്ലോ, വളരെ വളരെ വിരളമാണ്. അത് വന്നു കഴിഞ്ഞാൽ സന്തോഷം വരും. നമുക്ക് സന്തോഷമാണ് മുഖ്യം. നമ്മളുടെ ഉള്ളിൽ സന്തോഷം, ആനന്ദം ഉണ്ടാവുന്നതാണ് മുഖ്യം. അല്ലാതെ യുക്തിവാദം ചെയ്തിട്ട് ഈ ലോകം സത്യമാണെന്ന് ധരിച്ച് ഇതിനെ വിശ്വസിച്ചും കൊണ്ടിരുന്നത് നമ്മളിതാ ചത്തുപോകും. ശങ്കരാചാര്യ പറഞ്ഞു, ഓരോ ദിവസം കഴിയുമ്പോൾ ആയുസ് പോയിക്കൊണ്ടിരിക്കും, ഭഗവാനെ രക്ഷിക്കുന്നു. നമ്മുടെ ഈ രാഷ്ട്രീയവും യുക്രൈൻ വാറും റഷ്യൻ വാറും പറഞ്ഞത് നമ്മുടെ കാര്യം കഷ്ടത്തിലാവും. നമ്മൾ എത്ര കാലം ജീവിക്കാൻ പോകണമെന്ന് അറിയില്ല, എപ്പോ മരിക്കാൻ പോകണമെന്ന് അറിയില്ല. ഉള്ള നേരെ ഒരു മുറിയിൽ അടച്ചിരുന്ന് ഭഗവത് ധ്യാനം ചെയ്ത ശാന്തിയിലും ഉണ്ടാവും. അതുകൊണ്ട് വളരെ വളരെ ആത്മനിഷ്ഠമായിട്ട് ജീവിക്കാൻ പഠിക്കണം. ഒരു അധ്യാത്മ സാധനം യോഗ വിഷയങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുകയോ ചിന്തിക്കുകയോ ഒന്നും ചെയ്യരുത്. അത് ആർക്ക് ചുമതലയുണ്ടോ അവര് ചെയ്യട്ടെ, ആര് ചെയ്യണോ അത് ചെയ്യട്ടെ. നമുക്ക് വേണ്ടത് വിദ്യാഭ്യാസത്തിൽ നിന്നോ സമൂഹത്തിൽ നിന്നോ പത്രം വായനയിൽ നിന്നോ വാർത്തകളിൽ നിന്നോ ഒന്നും നമുക്ക് ഭക്തിയോ ധ്യാനമോ ശാന്തിയോ ഒന്നും കിട്ടില്ല. അത് നമ്മൾ തന്നെ കുഴിച്ചെടുക്കേണ്ടിയിരിക്കണം നമ്മളുടെ ഉള്ളില്. നമുക്കത് ശാസ്ത്രത്തിൽ നിന്നും ഗുരുവിൽ നിന്നും അധ്യാത്മ സാധനയിൽ നിന്നൊക്കെ ഉണ്ടാക്കിയെടുത്ത് ഒരു കൊച്ചു മുറിയിൽ ഇരുന്ന് സമാധാനമായിട്ടിരിക്കാൻ കഴിയും. അത് വേദാന്തമോ ഭക്തിയോ എന്തോ ആവട്ടെ. നമ്മുടെ ബാലകൃഷ്ണൻ നായർ സാർ ഉണ്ടായിരുന്നു, പരമവേദാന്തിയായിരുന്നു. അദ്ദേഹത്തിന്റെ ശാസ്ത്ര വിചാരം ചിലപ്പോൾ എല്ലാവർക്കും ഒന്നും മനസ്സിലായെന്നല്ല, പക്ഷേ അദ്ദേഹം ജീവിതത്തിൽ ജയിച്ചു. അവസാനം ലോർഡ്സ് ഹോസ്പിറ്റലിൽ ഞാൻ കാണാൻ പോയപ്പോ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് ഓപ്പറേഷൻ ആയിട്ട് കിടക്കെ ഒരു വർത്തമാനം ആ വ്യാധിയെ കുറിച്ച് ഒന്നുമില്ല. ആ മുറിയുടെ ഉള്ളിൽ ചെന്ന് ആ സ്വാമി കഴിഞ്ഞു. അതിനുശേഷം ഈ മുറിക്കകത്ത് ഇവിടെ ശാന്തി, നല്ല ഇവിടെ ഇപ്പോ ബ്രഹ്മാനുഭവമാണ്. ഇവിടെ ഡോക്ടർമാരും ആസ്പത്രി ഒന്നുമില്ല, ഇവിടെ ആനന്ദമാണ്, ബ്രഹ്മാനുഭവം. എത്ര പേർക്ക് പറയാൻ കഴിയും? എത്ര പേർക്ക് പറയാൻ കഴിയും? ഒന്നുമില്ല, നല്ല ശാന്തിയാണ്, ആനന്ദമാണ്. എല്ലാം കഴിഞ്ഞ് കുറെ നേരത്തെ എന്നോട് പറഞ്ഞു. എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് പുറപ്പെടുമ്പോ കൂടെ വന്ന ആളുകൾ ആലോചിച്ചു, സാർ പ്രോസ്റ്റേറ്റ് നമ്മളതിനാണല്ലോ ഇരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, മണ്ണാങ്കട്ട പറഞ്ഞു, ഒന്നുമില്ല, വളരെ ജാഗ്രതയായിട്ടിരിക്കും സാർ. ആരെങ്കിലുമൊക്കെ മുറിയിൽ വന്നാൽ നമ്മൾ പോയി കഴിഞ്ഞാൽ ഉടനെ പറയും, സാറ് മകന്റെ കല്യാണമാണ്, മകന് ജോലി കിട്ടും, അവിടെ പോയി പറയും. അദ്ദേഹം ഒന്നും പറയാൻ സമ്മതിക്കില്ല. ഉള്ളിൽ കയറി കഴിഞ്ഞാൽ പറയും, ബോധം മാത്രമേ ഏകമേവ അദ്വിതീയം നേഹനാനാസ്തി കിഞ്ചന. ഒരു ടെക്നിക്കായിട്ട് ഉപയോഗിച്ചതാണോ അല്ല നിരന്തരം വേറെ ഒന്നും ചിത്തവൃത്തികൾ വരാനോ വർത്തമാനം പറയാനോ ഒന്നും സമ്മതിക്കില്ല.
അതേ ഉള്ളൂ. ഒരു വിദ്വാൻ സാറിനടുത്ത് പറഞ്ഞു, വളരെ പ്രസിദ്ധനായ ഒരു കമ്പനി മുതലാളി പറഞ്ഞു, സാർ എന്തെങ്കിലും സാർക്ക് ഞാൻ ചെയ്യണം, എന്താ വേണ്ടത്? എനിക്ക് വേണ്ടത് ബ്രഹ്മമാണ്, അതാണ് അതിന് മുമ്പിൽ നിൽക്കുന്നത്. നീ എനിക്കെന്ത് വേണം? നീ എനിക്കെന്ത് വേണം? അപ്പോ ജീവിതത്തിലെ സക്സസ് എന്ന് പറയുന്നത് ശങ്കരാചാര്യര് പരിഹസിച്ചപ്പെട്ടാവാൻ പാടില്ല. ശങ്കരാചാര്യര് പരിഹസിച്ചത് എന്താന്ന് വെച്ചാൽ അംഗം ഗണിതം ഫലിതം ഉണ്ടം ദശന വിഹീനം ജാതം തുണ്ടം വൃദ്ധോയാതി ഗൃഹീത്വാ ദണ്ഡം തദവിന മുഞ്ചതി ആശാ പിണ്ഡം. ആ അക്ഷരങ്ങൾ ഡം ഡം എന്ന് പറഞ്ഞത് തന്നെ നമ്മൾക്കിട്ട് വെച്ചതാണ്. എന്താന്ന് വെച്ചാൽ കയ്യില് വായില് പല്ലില്ല, തലയൊക്കെ കഷണ്ടിയായി, ശരീരാംഗങ്ങളൊക്കെ ബലമില്ലാതായി, കയ്യില് വാക്കിംഗ് സ്റ്റിക്കും ഒക്കെ ആയിട്ടാണ് നടത്തം. എവിടെ വീഴുന്ന് പറയാൻ വയ്യ. എന്നിട്ടും ഈ ആഗ്രഹങ്ങൾക്ക് ഒരു കുറവുമില്ല. ആഗ്രഹങ്ങൾക്ക് യാതൊരു കുറവുമില്ല. അതെങ്ങനെ തൃഷ്ണയിക കരുണായത്തെ എന്ന് പറഞ്ഞ ഒരു സമാധാനമില്ല, ഒരു ശാന്തി. അങ്ങനെയല്ലാതെ വാർദ്ധക്യത്തില് ഒരു സമാധാന സന്തോഷമായിട്ട് ഇരിക്കണമെങ്കിൽ ഒരു വഴിയുള്ളൂ. മക്കള്, മരുമക്കള്, പേരക്കുട്ടികൾ, അത് ഇതൊന്നും പറയണ്ട. എവിടെയോ ആയിക്കോട്ടെ, ഏത് സ്ഥലത്താണെങ്കിലും ഒരു മുറിയുടെ ഉള്ളിൽ ഇരുന്നാൽ സന്തോഷമായിട്ട് ഭഗവത് ധ്യാനം ചെയ്തുകൊണ്ടിരിക്കുക. അവർക്ക് സന്തോഷമാണ്, അവർക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. എന്താന്ന് വെച്ചാൽ നമ്മളുടെ റോക്കറ്റ് പോണ പോലെയാണിപ്പോ. ഈ ഭൂമിയിലൊന്നുമല്ല ഇനി യാത്ര, ഇനി വേറെ യാത്രയാണ്. അതുകൊണ്ട് ഇവിടെ നമുക്ക് ഒന്നും കൊടുക്കാനുമില്ല, വാങ്ങാനുമില്ല, ഒന്നും സാധിക്കാനുമില്ല, ഒന്നും പറയാനില്ല. തീരുമാനിച്ചാൽ ആ ഭഗവൻ നാമത്തിൽ എങ്ങനെ ജപിച്ച് 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 ആനന്ദം കണ്ടെത്തും. ആ നാമം എന്ന് പറയുമ്പോ എന്താന്ന് വെച്ചാൽ പിന്നെ നമുക്ക് വലിയൊരു പൂജയോ അമ്പലോ എവിടെ പോകാൻ കഴിഞ്ഞു. ഈ കൊറോണ സമയം, ഈ ലോക്ക്ഡൌണിൽ എത്ര ആളുകൾ ആവശ്യമില്ലാതെ വിഷമിച്ചിട്ടുണ്ട്. നേരം വിളിച്ച് അവർക്ക് വിഷ്ണു സഹസ്രനാമല്ല, ഇത് എത്ര കൂടി എത്ര കുറഞ്ഞു, ഏതേത് സ്ഥലത്ത് എത്രയുണ്ട്, ലിസ്റ്റ് ഇങ്ങനെ വരിവരിയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താപ്പത്? എന്താ നമുക്ക് പ്രയോജനം? മരിച്ചു അല്ലെങ്കിൽ മരിക്കണല്ലേ. ഒരു വൃദ്ധ സ്ത്രീയെ ചെന്നൈയിൽ നിന്ന് വിളിച്ചു, ഒരു അമ്മ, ഒരു പാട്ടി. അതേ ഒരു നല്ല വ്യാധി വന്നെടുക്കാം, ഒരേ വാരത്തില് പോയെടുക്കാം. അവര് കണ്ടുപിടിച്ചത് എങ്ങനെയാണ്? ഒറ്റ ആഴ്ച വലിയ മാസക്കണക്കിന് ബുദ്ധിമുട്ടിയും മറ്റുള്ളവരുടെ ചീത്ത കെട്ടിട്ടൊന്നും ഇരിക്കണ്ടല്ലോ അല്ലേ. എക്കളൊക്കെ ഇവര് ചെവി വെക്കണോളം പറയും. 6 മാസമായി എന്റെ അടുത്ത് പറയും അനുഗ്രഹിക്കണം. എന്താ അർത്ഥം അറിയും? ഒരാള് പറഞ്ഞു വയ്യാതായിട്ട് പോകുന്നു. ഞാനും വിചാരിച്ചു, വീട്ടിലുള്ളവരും വിചാരിച്ചു. അവസാനം കൊണ്ടുപോയി ആസ്പത്രി കൊണ്ടുപോയി കിടത്തി, മൂക്കിൽ ട്യൂബൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഇങ്ങനെ എന്തൊക്കെയോ കയറ്റി ഒരുവിധം രക്ഷിച്ചു. പക്ഷെ രക്ഷിച്ചതല്ല കാര്യം. അത് കഴിഞ്ഞ് ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് മുഖത്ത് വന്നിട്ട് ഇവരുടെയൊക്കെ മുഖത്തൊക്കെ നോക്കിയപ്പോ അതൊക്കെ പ്രതീക്ഷകളൊക്കെ അറ്റുപോയി. ആ സങ്കടങ്ങളോ അത് കണ്ടപ്പോഴാണ് ഭഗവാനെ ഗുരുവായൂരപ്പ കൊണ്ടുപോകുക എന്നല്ലോ തോന്നി. അതൊക്കെ നോൺസെൻസ് ആണ്. നമുക്ക് ഉള്ളിൽ ശാന്തി ഇല്ലെങ്കിൽ ജീവിതം എല്ലാവർക്കും ഭാരം, നമുക്കും ഭാരം ഒന്നും അർത്ഥമില്ല അല്ലേ. അശാന്തസ്യ കുതസ്. ശാന്തി ഉള്ളിൽ വന്നാൽ നമുക്കും തൃപ്തി ഉണ്ടാവും, അടുത്ത് വരുന്നവർക്ക് സന്തോഷം ഉണ്ടാവും, എല്ലാം തൃപ്തി ഉണ്ടാവും. വേണ്ടാത്ത കാര്യത്തിൽ തലയിടരുത്. നഹി നഹി രക്ഷതി ഡുക്രിഞ്ഞ് കരണേ. ഡുക്രിഞ്ഞ് കരണേ എന്ന് പറഞ്ഞാൽ വ്യാകരണ സൂത്രമൊന്നുമല്ല. ന്യൂസ് പേപ്പർ, മൊബൈല്, ഇതൊക്കെയാണ് ഡുക്രിഞ്ഞ് കരണം. വേണ്ടാത്ത കാര്യം, തൊട്ട വീട്ടിലെ കാര്യം, അയൽവക്കത്തെ കാര്യം, മക്കളുടെ കാര്യം, വേറെ കുട്ടികളുടെ കാര്യം, അതിലൊക്കെ പോയി ഇന്റർഫിയർ ചെയ്യാം. അതിലൊക്കെ വേണ്ടാത്ത അഭിപ്രായം പറയുക.
ഇതാണ് ഗീതയിൽ ഭഗവാൻ പറഞ്ഞ ശ്രുതി വിപ്രതിപത്തി. അല്ലാതെ ഈ കർമ്മകാണ്ഡ വേണ്ട ഭാഗമൊന്നുമല്ല. സാധകനെ സംബന്ധിച്ചിടത്തോളം ഈ ലൗകികന്മാരുടെ നടുക്കിലിരിക്കുമ്പോൾ നമുക്കറിയാം, പറഞ്ഞുകൊണ്ടേയിരിക്കും എന്തെങ്കിലും ഒരു ഒപ്പീനിയൻ, എല്ലാത്തിനെ കുറിച്ച് ഉപദേശം, എന്തെങ്കിലുമൊക്കെ വാക്ക്, ഒരു സിദ്ധാന്തം. അവർ പറയണതൊന്നും അവര് ഉള്ളില് വാസ്തവത്തിന് മീൻ ചെയ്യുന്ന കാര്യമൊന്നുമല്ല. ഉള്ളിൽ വേറെ എന്തെങ്കിലും ചിന്തിക്കും, വായു കൊണ്ട് വേറെ എന്തെങ്കിലുമൊക്കെ പറയും. ഇതൊക്കെ കേട്ടിട്ട് മതിയായിട്ട് ഇയാൾ തീരുമാനിക്കുകയാണെങ്കിൽ ഇതിലേക്കൊന്നും ഞാനില്ല, നിശ്ചലം. യഥാസ്ഥാസ്യതി നിശ്ചല. അപ്പൊ തീരുമാനിക്കുകയാണ്, അനാവശ്യമായ വർത്തമാനം പറയരുത്, അനാവശ്യമായ സമ്പർക്കം വേണ്ട, ഏകാന്തത്തിലിരുന്ന് ഭഗവത് നാമം ജപിക്കാം. സെന്റർ ഇപ്പൊ നമുക്ക് ഇന്നത്തെ സത്സംഗത്തില് ഭഗവത് നാമം ജപിക്കുകയാണ്. സർക്കംഫറൻസ് എന്താന്ന് വെച്ചാൽ ഈ അനാവശ്യങ്ങളൊക്കെ കണ്ടു മനസ്സിലാക്കണം, പാഴായി പോകരുത്. നമ്മുടെ മഹർഷി പറഞ്ഞു, അരുണാചലേശ്വരനടുത്ത് എന്നെ പാഴില് വീഴാതെ രക്ഷിച്ചു എന്നുള്ളതാണ്. പാഴിനിൽ വീഴാതെ ഏഴകை കാത്തു ഉൻ പദത്തിൽ ഇരുത്തി വൈത്തനയെ ആഴിയാം കരുണൈ അണ്ണരേ. പാഴെന്താണെന്ന് വെച്ചാൽ ഈ സംസാരം പാഴ. അസാരേ സംസാരേ. സംസാരം എന്ന് പറഞ്ഞാൽ മലയാളത്തിലുള്ള സംസാരമുണ്ട്. ഒരു കാര്യമില്ലാതെ എന്തെങ്കിലുമൊക്കെ പറയാം, അങ്ങോട്ടും. ഇതിപ്പോ ആളുകൾ അടുത്തില്ലെങ്കിലും വർത്തമാനം പറയാലോ, കാരണം അതിനേക്കാളും ബുദ്ധിമുട്ട്. ഇതൊക്കെ എങ്ങനെ രക്ഷപ്പെടും? ഒരു സ്ട്രിക്റ്റ് റൂട്ടീൻ വേണം നമുക്ക് ജപം ചെയ്യാനും ഭഗവാനെ ആരാധിക്കാനും. ഏകാന്തമായിട്ടിരുന്ന് ഭഗവാനെ ധ്യാനിക്കുക, നാമം ജപിക്കുക, പഴയ പ്രാക്ടീസ് ചെയ്ത് ആദ്യം വായുകൊണ്ട് ജപിക്കും, പിന്നെ ഉപാംശുവായിട്ട് ജപിക്കും, പിന്നെ കുറെ കഴിയുമ്പോൾ മനസ്സ് ജപിക്കാൻ തുടങ്ങും. മനസ്സ് ജപിച്ച് കുറെ കഴിയുമ്പോൾ തരംഗങ്ങളാകും, ഭാവമണ്ഡലം ഉള്ളിൽ ഉണരും. ഭാവമണ്ഡലം ഉണർന്നു കഴിയുമ്പോൾ നമ്മുടെ ജപം എന്ന് പറയുന്നത് ശബ്ദം കൊണ്ടുണ്ടാക്കിയതോ വാക്കുകൊണ്ടുണ്ടാക്കിയതോ അല്ല, വെറും ഭാവതരംഗമാണ് ജപം. അതിങ്ങനെ ആ ധ്യാനമായി. ഇപ്പൊ നമ്മുടെ ധ്യാനമൊന്നും പ്രാക്ടീസ് ചെയ്യണ്ട, ജപം ചെയ്ത് അവസാനം ആ ഭാവസ്ഥിതി ഉള്ളിൽ വരും. ശിവഭാവമോ വിഷ്ണുഭാവമോ എന്തെങ്കിലും ആ ദേവതയ്ക്ക് അനുസരിച്ചുള്ള ഭാവം ഹൃദയത്തിൽ വരും. ആ ഭാവത്തിനെ ഹൃദയത്തിൽ വെച്ചുകൊണ്ടിരിക്കണം. ഭാവബലത്തിനാൽ ഭാവനാതീത സദ്ഭാവത്തിരുത്തലേന്തി പരഭക്തി തത്വം ഭഗവാൻ നമ്മുടെ മഹർഷി പറഞ്ഞു. ആ ഭാവബലം കൊണ്ട് വേണം സമാധിസ്ഥിതി, ജ്ഞാനസ്ഥിതിയിലിരിക്കാൻ. ആ ഭാവബലം എന്ന് വെച്ചാൽ ഭാവത്തിൽ ഭഗവാനെ ഇങ്ങനെ ധ്യാനിക്കാൻ അഭ്യസിക്കുക. ഉള്ളിൽ ഇങ്ങനെ ആ ഭാവം ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ അതിങ്ങനെ ഊറി വന്നുകൊണ്ടേയിരിക്കും. ഉള്ളിൽ ഇങ്ങനെ ആ അനുസന്ധാനം. ശ്രീരാമകൃഷ്ണദേവൻ പറയും, ഈ മുട്ടയിട്ട് അടയിരിക്കുന്ന കോഴി പോലെ, മുട്ടയ്ക്ക് അടയിരിക്കുന്ന കോഴി അതിന്റെ കണ്ണൊക്കെ നോക്കി എവിടെയോ ഉണ്ടാവും. അതുപോലെ ഈ ഭക്തൻ യോഗിയും ചിത്തം എപ്പോഴും എവിടെ ഇരുന്നാലും ധ്യാനിച്ചുകൊണ്ടേയിരിക്കും. നമുക്ക് ധ്യാനം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കുമൊന്നും വേണ്ട. ബസ്സിൽ പോകുമ്പോഴും ധ്യാനം ഉണ്ടാവും, നടക്കുമ്പോഴും ധ്യാനം ഉണ്ടാവും, അടുക്കളയിൽ പണിയെടുക്കുമ്പോഴും ധ്യാനം ഉണ്ടാവും. തദേവ ആസ്വാദയതി അന്തഃ പരസംഗരസായനം. എപ്പോഴും ആ പരമാത്മസംഗരസായനം ആസ്വാദയതി അന്തഃ. ഹൃദയത്തിൽ ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. ഹൃദയത്തിൽ ആ ഒരു സ്ഥിതി നമുക്ക് വന്നാൽ നമ്മൾ വാസ്തവത്തിൽ സ്പിരിച്വൽ അധ്യാത്മം എന്ന് പറയാം. ആ അനുഭവത്തിന് പേരാണ് ഭക്തി. ഭക്തി എന്ന് പറയുന്നത് ആ അനുഭവമാണ്. ഉള്ളില് അതിങ്ങനെ ഭഗവാന്റെ നാമത്തിനെ ഉള്ളിൽ വെച്ച് രസിക്കുന്നതാണ് ഭക്തി. ഭഗവാന്റെ രൂപത്തിനെ, ഭാവത്തിനെ ഹൃദയത്തിൽ ഇങ്ങനെ ഉള്ളിൽ അനുസന്ധാനം ചെയ്ത് ആ അനുസന്ധാനമാണ് ഭക്തി. ഏനാപി ഉപായേന മനഃകൃഷ്ണേ നിവേശയം. നമുക്ക് പൂജ ചെയ്യുന്നതൊക്കെ അനുസന്ധാനത്തിനാണ്. അമ്പലത്തിൽ വരുന്നത് അനുസന്ധാനത്തിനാണ്. അത് പതുക്കെ ആരംഭിച്ച് എത്ര ഭഗവാൻ പറഞ്ഞു ഗീതയിൽ, സ്വൽപമപ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹതോ ഭയം.
അല്പമെങ്കിലും ഇതിലൊരു സിദ്ധി ഉണ്ടായാൽ രക്ഷപ്പെടും. ചിലര് പറയും നിരന്തരം ഉണ്ടാവും. നിരന്തരം ഒന്നും വേണ്ട. രാവിലെ ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് അരമണിക്കൂർ നേരമെങ്കിലും ആ ജപം ചെയ്യുമ്പോൾ ധ്യാനം ചെയ്യുമ്പോൾ സുഖമുണ്ടോ, രക്ഷപ്പെടും. ബാക്കിയുള്ള സമയമൊക്കെ അത് ഓർത്തുകൊണ്ടേ ഇരിക്കുക. വൈകുന്നേരം ആവുമ്പോൾ ഇരിക്കണം. അത് തന്നെ ഒരു സുഖ. വൈകുന്നേരം ആവുമ്പോ ഏകാന്തമായിട്ടൊരു സ്ഥലത്ത് പോയി ഇരുന്ന് ജപം ചെയ്യണം. ഇന്നലെ കുട്ടിയെ കൊണ്ട് പാടിപ്പിക്കുകയായിരുന്നു ത്യാഗരാജ സ്വാമിയുടെ ഒരു കീർത്തനം. എന്ത് സൗഖ്യം. കാപ്പിയിലുള്ള ഒരു പാട്ട് കീർത്തനം. എന്ത് സൗഖ്യമോ ജപം ചെയ്യുമ്പോ എന്തൊരു സുഖമാണ്. ഭഗവൻ നാമത്തിനെ ധ്യാനിക്കുമ്പോ ഭഗവാനെ ധ്യാനിക്കുമ്പോ എന്തൊരു സുഖമാണ്, എന്തൊരു സുഖം. എങ്ങനെ പറയും കീർത്തനത്തിന്റെ അർത്ഥം അപ്പം തന്നെ എടുത്തു നോക്കി. ഇപ്പോ ത്യാഗരാജ സ്വാമി പറഞ്ഞു ഏകാന്തത്തിൽ അവരൊക്കെ ഭിക്ഷയെടുത്ത് 1,00,000-ത്തിലധികം രാമനാമം ജപിക്കുകയായിരുന്നു. ഈ കീർത്തനങ്ങളൊന്നും ഇങ്ങനെ ഉണ്ടാക്കിയതല്ല, തപസ്സിന്ന് വന്നതാണ്, ഭഗവത് ആരാധനയെന്ന് വന്നതാണ്. അങ്ങനെ ഇപ്പൊ പറയാം എന്തൊരു സുഖം ആനന്ദത്തെ ജീവിതത്തില്. അവർക്കൊന്നും ഇത്ര ഡിസ്ട്രാക്ഷൻ ഇല്ല അന്നത്തെ കാലത്തെ. ഭാഗ്യവാന്മാർ. ഒരു അഗ്രഹാരത്തിൽ ജീവിച്ചാൽ അവിടെ തന്നെ കഴിയും. ഈ ബസ്സും കാറും ഓട്ടവും നെട്ടോട്ടും ഇവിടുന്ന് അവിടെ പോകണം ഇവിടെ പോകണം ഒന്നുമില്ല. അധികം പേരും ജോലിക്ക് പോയി പോവില്ല. ഇന്നിപ്പോ നമുക്ക് പനി പിടിച്ച് നടക്കുകയല്ലേ. ഏത് നാട്ടിലേക്കാ പോകേണ്ടത്? എവിടെയെങ്കിലും ഇടത്തേക്ക് ഇവിടുന്ന് പോകണം. ഒന്നുമില്ലെങ്കിൽ ഉഗാണ്ടയോ ഉസ്ബെക്കിസ്ഥാനോ എവിടെയാണെങ്കിലും പറ്റി ഇവിടുന്ന് നമുക്ക് പോകണം. 4 ആളുകളോട് പറയണമെന്നോ. പോയിട്ടില്ലെങ്കിൽ അച്ഛനും അമ്മയും ഓടിപ്പിച്ചു വിടും. അതെന്ന് വെച്ചാൽ ഇവിടെ എന്റെ മകൻ പറയാൻ പാടില്ല അത്രയാണ്. എന്നിട്ട് വയസ്സായി കഴിയുമ്പോൾ വരണേ നമ്മൾ ഓടിച്ചു വിട്ടതാണേ. എന്ത് ചെയ്യും? എങ്ങനെ വരും? വീടൊക്കെ മക്കൾക്ക് 2 വീട്, ഇവർക്ക് 1 വീടും ഒക്കെ കെട്ടിയിട്ടതാണ്. ആരും വരാനില്ല. അപ്പോ ഭഗവത് ആരാധനാലക്ഷണമായ ധർമ്മം നമുക്ക് സമ്പുഷ്ടമാണ്. ശ്രീവല്ലഭാചാര്യർ പറഞ്ഞു. ശങ്കരാചാര്യർക്ക് ശേഷം രാമാനുജൻ വന്നു, മാധവാചാര്യർ വന്നു, ശ്രീവല്ലഭൻ വന്നു, നിംബാർക്കർ വന്നു. ഇവരൊക്കെ വന്നതിന് കാരണം ഉപാസനാ മാർഗങ്ങളെ സംരക്ഷിക്കാൻ. നമ്മോട് വിചാരിക്കുക അതൊക്കെ അദ്വൈതത്തിന് വിരോധമായ സിദ്ധാന്തമാണെന്നാണ്. അദ്വൈതികൾക്ക് ആരോട് വിരോധം? അദ്വൈതികൾ പറയുന്നത് ഇത് സിദ്ധിയാണ്, ജ്ഞാനമാണ്, അതൊക്കെ ഉപാസനകളാണ്. അതൊക്കെ ഉപാസനയുടെ വൈവിധ്യമാണ്. ഉപാസനയൊക്കെ സെപ്പറേറ്റ് ആണ്, ഓരോരുത്തർക്ക് വേറെയാണ്. അവരൊക്കെ ഓരോരോ ഉപാസനാ മാർഗങ്ങളെ രക്ഷിക്കാമെന്നവരാണ്. ശ്രീവല്ലഭന്റെ മാർഗം പുഷ്ടി മാർഗം, പോഷണ മാർഗമാണ്. അപ്പൊ നമുക്ക് ജീവിതത്തിന്റെ സാധാരണ ലെവലിൽ അധികം പേർക്ക് വൈദികളാണ്. ആ മണ്ഡലത്തില് ഭഗവത് നാമജപം, ഉപാസന, എല്ലാം ആരാധന, സന്തോഷമായിട്ട് ജീവിക്കാൻ അറിയണം. സന്തോഷമായിട്ട് ജീവിക്കുന്ന മാർഗമാണ് ഈ ഭക്തി മാർഗം, പുഷ്ടി മാർഗം. നോക്കൂ, എല്ലാം ഉണ്ടല്ലോ ഭക്തിയില്. നമ്മള് ഭക്ഷണം വെച്ചാൽ ഭഗവാനെ നേദിക്കണം, ഭഗവാനെ നാമസങ്കീർത്തനം ചെയ്യുന്നു, ഭജനയില് എന്തു കുമ്മാള. ആളുകൾക്ക് ഭക്തി രസമൊന്നും ഇല്ലെങ്കിൽ അതിൽ പോയി ഡാൻസ് കളിക്കാൻ പോണ്ട്. എല്ലാം ഉണ്ട് ഭക്തിയില്. അതിങ്ങനെ പതുക്കെ 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 കൂത്താടി കൂത്താടി കൂട്ടുടച്ചാണ്ടി എന്ന് പറഞ്ഞു സിദ്ധൻ. അതായത് ജീവിതം ആനന്ദിച്ച് 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 അവസാനിച്ചു. അത് ഭക്തന്റെ രഹസ്യമാണ്, ഭക്തിയുടെ രഹസ്യമാണ്, അധ്യാത്മ സാധനയുടെ രഹസ്യമാണ്. ഒന്നും ക്രമേണ ക്രമേണ ബാക്കി ഒന്നും ചിന്തിക്കാനേ പാടില്ല. ഗീതയിൽ ഭഗവാൻ പറഞ്ഞു, അസക്തിർ അനഭിഷ്വംഗ പുത്രദാന ഗൃഹാദിഷു നിത്യം ച സമചിത്തത്വം ഇഷ്ടാനിഷ്ടോപത്തിഷു മയി ച അനന്യയോഗേന ഭക്തിരവ്യഭിചാരിണി വിവിക്തദേശ സേവിത്വം അരതിർ ജനസംസതി അധ്യാത്മജ്ഞാന നിത്യത്വം തത്വജ്ഞാനാർത്ഥ ദർശനം ഏതത് ജ്ഞാനമിതി പ്രോക്തം. ഒരു മരുന്നാണത്, ഒരു പഥ്യവും മരുന്നുമാണ് ഭഗവാൻ ഇവിടെ തന്നത്. ഭാര്യ, കുട്ടികള്,
നമ്മുടെ സ്വത്ത്, വീട്, ഇതൊന്നും ചിന്തിക്കാതിരിക്കാൻ പഠിക്കാന്ന്. ചിന്തിച്ചില്ലെങ്കിൽ ചിന്തിച്ചാലും നടക്കാനൊന്നും പോണില്ല. അതുകൊണ്ട് ചിന്തിക്കാതിരിക്കുക. അവരവരുടെ പ്രാരബ്ധപടി അത് നടന്നോളും. നിത്യം ച സമചിത്തത്വം. ഇഷ്ടം അനിഷ്ടം ഇൻഫർമേഷൻ വന്നുകൊണ്ടേയിരിക്കും. എന്തെങ്കിലുമൊക്കെ സമചിത്തത്വം, സമമായിട്ടിരിക്കാൻ പഠിക്കാം. മൈച അനന്യയോഗേന ഭക്തി. അനന്യഭക്തി എന്നില് ഭഗവത് ശരണത്തിൽ അനന്യഭക്തി അഭ്യസിക്കാം. അവ്യഭിചാരിണീ ഭക്തി എന്ന് വെച്ചാൽ കുറച്ച് ലോക വിഷയങ്ങളും അതൊക്കെ ആയിട്ട് കൂട്ടിക്കലർത്താതെ നിഷ്കപടമായ ഭക്തി. വിവിക്തദേശ സേവിത്വം. ഇടയ്ക്കിടയ്ക്ക് ഏകാന്തത്തിൽ പോയി ഇരിക്കണം എന്നാണ്. എന്നുവെച്ചാൽ ഈ ക്വാറന്റൈൻ ആർക്ക് നമ്മളെ കൊണ്ട് ഉപദ്രവം വേണ്ട, നമ്മൾക്ക് ആരുടെ ഉപദ്രവം വേണ്ട, ഏകാന്തത്തിലിരിക്കുക. വിവിക്തദേശ സേവിത്വം. ജനങ്ങളുടെ സംഘത്തിലെ ഒരു സുഖല്യതാവുമ്പോ, ഭഗവത് ധ്യാനത്തിന് സുഖം ഉണ്ടാവുമ്പോ ഭക്തി വളരണു. അലോക സാമാന്യം അചിന്യ. ലോകസാമാന്യമല്ലാന്ന്. ലോകത്തിനോട് പറ്റിക്കൂടാ മയം. തനിച്ചിരിക്കാനും ഭഗവത് ധ്യാനം ചെയ്യാനും തോന്നുന്നുണ്ടെങ്കിൽ നല്ല വഴിയിൽ പോകണ്ടെന്ന് അർത്ഥം. നാട്ടുകാർക്ക് പറയും ഒരു കുറച്ച് ട്രിക്കാണെന്ന് പറയും. അപ്പോ ഭക്തി വരേണ്ടതെന്ന് അർത്ഥം. ഭട്ടതിരി പറഞ്ഞു ലോകബാഹ്യശ്രേയം. ഗുരുവായൂരപ്പ ലോകത്തിലുള്ള ആളുകള് ഇവനെ കൃക്കെന്ന് വിളിക്കുന്ന രീതിയിൽ എന്നെ ആക്കി തീർക്കുമെന്നാണ്. അങ്ങനെ ഏകാന്തത്തിലിരുന്ന് ഭഗവത് നാമം ജപിക്കണു, ഭഗവത് ധ്യാനം ചെയ്യണു. വിവിക്തദേശ സേവിത്വം അരതി ജനസംസതി. അധ്യാത്മജ്ഞാന നിത്യത്വം. ഭാഗവതമൊക്കെ എഴുതിയിരിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ തനിച്ചിരുന്ന് പാരായണം ചെയ്യാം, രസിച്ചു വായിക്കാം. വലിയ വലിയ ഭക്തന്മാരൊക്കെ നല്ലവണ്ണം ഭാഗവതവും ഗീതയൊക്കെ പഠിച്ചവരാണ്. മീരാബായി ഒരു കീർത്തനത്തിൽ പറയണ്ട, നീ എന്ത് ചെയ്യും? ഏകാന്തത്തിലിരുന്ന് കൃഷ്ണന്റെ മുമ്പിലിരുന്ന് ഭാഗവതം വായിക്കും. ഗീത ഭാഗവത് വാക്ഷന്തി. ഗീത പഠിക്കും, ഭാഗവതം പഠിക്കും, ഭഗവത് നാമം ജപിക്കും, നൃത്തം ചെയ്യും. തുക്കാറാം ഒരു അഭംഗൽ പറയേണ്ട, ബ്രഹ്മഗിരിയിൽ ഇരുന്നിട്ട് ഏകനാഥ് മഹാരാജ് എഴുതി ഏകനാഥി ഭാഗവത 1000 പ്രാവശ്യത്തിന് മേലെ വായിച്ചിട്ടുണ്ട്. അവരൊക്കെ നമ്മൾ പറയുമ്പോ അവർ പഠിപ്പറിവില്ലാത്തവരാണെന്നൊക്കെ പറയും. പക്ഷെ വേണ്ട പഠിപ്പ് എന്താണോ അത് പഠിച്ചിട്ടുണ്ട്. ഇവരൊക്കെ ഭാഗവതവും ഗീതയും ഒക്കെ നല്ലവണ്ണം അഭ്യസിച്ചിട്ടുള്ളവരാണ്. നമ്മുടെ മനസ്സ് അറിവ് കൊണ്ടുണ്ടാക്കപ്പെട്ടിട്ടുള്ളതാണ്. സ്കാറ്റേർഡ് ആയിട്ടുള്ള അറിവ്, ബഹുശാഖാകി അനന്താശ, പല വിഷയങ്ങളെ കുറിച്ചുള്ള അറിവ്. പ്രതിപന്ന. ശങ്കരാചാര്യ ഭാഷ്യത്തിലൂടെ പറയും പല വിഷയങ്ങളെ കയറ്റി വെച്ചിരിക്കുകയാണ് ഉള്ളിൽ. വിരുദ്ധ പ്രതിപന്ന. അതിനെ കൊണ്ടുവന്ന് ഏകാഗ്രമാക്കാൻ ഭാഗവതത്തിലോ ഇഷ്ടദേവതാ സംബന്ധമായ ഗ്രന്ഥങ്ങളിലും ഇങ്ങനെ പാരായണം. ജപം, ഭാഗവതാദി, ഗീത, ഭാഗവതം മുതലായ ഗ്രന്ഥങ്ങളുടെ പാരായണം. നല്ല ഗ്രന്ഥങ്ങളൊക്കെ, നല്ല നല്ല പുസ്തകങ്ങളുണ്ട്. അതൊക്കെ വായിക്കുക. ഭഗവാന്റെ രൂപത്തിനെ ധ്യാനിക്കുക. അല്ലെങ്കിൽ മഹാപുരുഷന്മാരുടെ ചരിത്രത്തിനെയൊക്കെ പഠിക്കുക. പ്രാണായാമം, യോഗമൊക്കെ അറിവിന് പഠിപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ ചെയ്യാം. എല്ലാറ്റിനും മേലെ ശുദ്ധമായ ആഹാരം കഴിക്കുക. സാധിക്കുമെങ്കിൽ ആഹാരം ഭഗവാനെ നേദിച്ചിട്ട് കഴിക്കുക. പറ്റുമെങ്കിൽ സ്വയം പാകം ചെയ്ത് കഴിക്കുക. ഇതൊക്കെ ചെയ്താൽ ഭക്തി വരും. ഭക്തിക്ക് ആഹാരശുദ്ധി വളരെ മുഖ്യമാണ്. ആഹാരം എന്ന് പറയുമ്പോൾ രാമാനുജാചാര്യർ ഒരുപാട് പറഞ്ഞു. മറ്റുള്ളവർ തൊട്ട് നശിപ്പിക്കാത്ത ആഹാരം, സ്വയം പാകം ചെയ്ത ആഹാരം, ഭഗവാനെ നേദിച്ച ആഹാരം, സ്വയമേവ ജന്മനാ ശുദ്ധമായ ആഹാരം. ഇത്തരത്തിലൊക്കെയുള്ള ആഹാരത്തിനെ ആശ്രയിച്ച് ഒരു സ്ഥിതിക്ക് മേലെ യോഗിയായി കഴിഞ്ഞു അയാൾ എന്ത് കഴിച്ചാലും അയാൾക്കൊന്നും ആവില്ല. പക്ഷെ സാധകൻ, ഒരു രാമകൃഷ്ണദേവൻ പറയുന്ന ഉദാഹരണം, ഒരു ചെടി വളരുമ്പോ ചുറ്റും വേലി കെട്ടിക്കൊടുക്കണം. ആ ചെടി വലിയ മരം ആയിക്കഴിഞ്ഞാൽ ആനയെ പോലും കെട്ടാം, ഒന്നും ആവില്ല. ആരംഭത്തില് അത് വളരണമെങ്കിൽ ആ പശുവും ആടൊന്നും കടിക്കാതിരിക്കണമെങ്കിൽ വേലി കെട്ടിക്കൊടുക്കും. അതുപോലെ ആരംഭത്തിൽ വളരെ ജാഗ്രതയായിട്ട് ആഹാരം ഇത്തിരി കേൾക്കുന്ന ധ്യാനം ഉണ്ടാവില്ല. ആഹാരം അശുദ്ധമായ മനസ്സ് എന്തെങ്കിലുമൊക്കെ ചഞ്ചലാവും, പ്രാണൻ ചഞ്ചലാവും.
അതുകൊണ്ട് ആഹാരം ശരീരം ലാഘവം ഉണ്ടാവും. യോഗം ആരംഭിക്കും തോറും ശ്വേതാശ്വതർ ഉപനിഷത്ത് പറയുന്നത് ശബ്ദം മധുരാവും, ശരീരത്തിന് ലാഘവം ഉണ്ടാവും, വർണ്ണപ്രസാദം ഉണ്ടാവും, സ്വരസൗഷ്ഠവം ഉണ്ടാവും എന്നൊക്കെയാണ് പറയുന്നത് ശ്വേതാശ്വതം. എന്താണെന്ന് വെച്ചാൽ സത്വഗുണം അഭിവൃദ്ധിയാവും. സത്വഗുണം അഭിവൃദ്ധിയാകും തോറും ഒരു ശാന്തി, ഒരു ലഘുത്വം, ആരോഗ്യം, അലോലുപത്വം, വർണ്ണപ്രസാദ, സ്വരസൗഷ്ഠവം എന്നൊക്കെയാണ് ശ്വേതാശ്വതര ശ്രുതി. ഒരു ലാഘവം, ലൈറ്റ്നെസ് ഉണ്ടാവും. അതന്നെ ഒരു സന്തോഷം ഉണ്ടാവും, നമ്മുടെ ആനന്ദം ഉണ്ടാവും, തൃപ്തി ഉണ്ടാവും. നമുക്കൊരു ഒരു പഞ്ഞി പോലെ തോന്നും, ഒരു ലഘിമ ഉണ്ടാവും. വ്യാഖ്യാനിക്കുന്നൊന്നുമല്ല. ഈ അഷ്ടമഹാസിദ്ധികളും ജ്ഞാനിയിൽ വരും. അഷ്ടമഹാസിദ്ധികള് ലഘിമ എന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞു പഞ്ഞി പോലെ ലൈറ്റ്നെസ് വരും. ഗരിമ എന്ന് പറഞ്ഞാൽ ഗുരുത്വം, ഗുരുഭാവം. അണിമ എന്ന് പറഞ്ഞാൽ എത്ര ആളുകളുടെ നടുവിൽ ഇരുന്നാലും അയാൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ പ്രസിദ്ധി ആവാതിരിക്കാൻ പറ്റും. ആരുടെയും ദൃഷ്ടിയിൽ പെടാതെ സുഖമായിട്ട് യോഗിയിരിക്കും. വേണ്ടവർക്ക് മാത്രമേ കിട്ടുള്ളൂ, അറിയണവർക്ക് മാത്രമേ കിട്ടുള്ളൂ. നമ്മൾ മഹർഷിയുടെ പല ശിഷ്യന്മാരങ്ങനെ അവർ ഇരിക്കുമ്പോ തന്നെ പലരുടെയും ദൃഷ്ടിയിൽ പെട്ടു. ആർക്ക് വേണോ അവർക്ക് കിട്ടും. അണിമ, ലഹിമ, ഗരിമ, ഈശിത്വം ഇന്ദ്രിയ നിഗ്രഹമാണ്. വശിത്വം ആത്മാവിന്റെ വശത്തിൽപ്പെടുക, ഭഗവദാനുഭൂതിയുടെ വശത്തിൽപ്പെടുക. അപ്പോ സ്വയം ധ്യാനിക്കൊന്നും വേണ്ട, സദാ ആ വശത്തിലാണ്, പരവശനാണ്. ഈശിത്വം, വശിത്വം, പ്രാധാന്യം, കാമനകളൊക്കെ ആത്മാർപ്പണമായ ആത്മകാമനായിട്ട് തീർന്നു. കാമനകളൊക്കെ വിഡ്രോ ആയി, അതുകൊണ്ടുള്ള ഡിസ്റ്റർബൻസ് ഒക്കെ കഴിഞ്ഞു. പ്രാപ്തി, ഭൂമികാലാപമാണ്. അനുഭൂതിയിൽ ഒരു പിടിപ്പ് വന്നു. പതുക്കെ പതുക്കെ നിഷ്ഠനായി, സ്വരൂപനിഷ്ഠനായി. അപ്പൊ ഈ 8 സിദ്ധികൾ എന്ന് പറയുന്നത് പോലും ആത്മ അനുഭൂതി സംബന്ധമാണ്. അല്ലാതെ ഇപ്പോ ഒരു ആറ്റത്തിനെക്കാളും ചെറുതായിട്ട് ആത്മ ഉപയോഗം മല പോലെ ഘനമായി എന്താ പ്രയോജനം ഇല്ലേ? വിഡിത്തം പറയാം. ശാസ്ത്രങ്ങൾ ഇങ്ങനെ പല വിധത്തിലും കുഴപ്പം പിടിച്ച് ഈ വ്യാഖ്യാതാക്കളുണ്ട്. അവര് വളരെ എളുപ്പമായിട്ടൊക്കെ സ്പഷ്ടം എന്ന് പറയും, അല്ല ഒരുപാട് വ്യാഖ്യാനിക്കും, ബുദ്ധിമുട്ടൊക്കെ സ്പഷ്ടം എന്ന് പറയുന്നത്. അങ്ങനത്തെ വ്യാഖ്യാനം ഒക്കെ എല്ലാവർക്കും വേണ്ടതാണ്. ശാന്തി. അപ്പോ ഭഗവൻ നാമം ജപിക്കാം, എല്ലാ ശ്രേഷ്ഠതയും വരും, ശാന്തി ഉണ്ടാവും, ഭക്തി ഉണ്ടാവും. സദ്ഗ്രന്ഥങ്ങളെ പാരായണം ചെയ്യുക, പതുക്കെ പതുക്കെ മനസ്സിന് ധ്യാന സുഖം കൊടുക്കുക. ലോകവിഷയങ്ങളെ ചിന്തിക്കുന്നത് എത്ര കണ്ട് കുറച്ചു കൊണ്ടുവരാൻ പറ്റുമോ കുറച്ചു കൊണ്ടുവരിക. അനാസക്തമായിട്ടിരിക്കാൻ പഠിക്കുക. ഗീതാ അധ്യയനം നമുക്കൊരു പ്രാക്ടീസ്, അഭ്യാസമാക്കി തീർക്കാം. ഇതൊക്കെ ഭഗവത് ഉപദേശത്തിന്റെ ഫലമായിട്ട് നമുക്ക് കുറച്ച് കുറച്ചായിട്ട് വരും. ജീവിതം ധന്യമായിട്ട് തീരും, പരമതൃപ്തി വരും, ശാന്തി വരും. ഭഗവാന്റെ അനുഗ്രഹത്തിന് നമ്മൾ പാത്രമാണ്. ഈ സത്സംഗം നമ്മൾ ഇന്ന് വിചാരിച്ചതിലും കൂടുതൽ സമയം ആയിക്കഴിഞ്ഞു. എല്ലാവർക്കും ഭഗവാന്റെ കൃപ കൊണ്ട് ശാന്തി ഉണ്ടാകട്ടെ. നിത്യോത്സവം ഭവത്യേഷാം നിത്യശ്രീ നിത്യമംഗളം യേഷാം ഹൃദിസ്ഥോ ഭഗവാൻ മംഗളായ തമോ ഹരി. ആരുടെ ഹൃദയത്തിൽ ഭഗവാനുണ്ടോ അവർക്ക് ജീവിതത്തിൽ നിത്യോത്സവം, നിത്യശ്രീ, നിത്യമംഗളം അത് ഭഗവാൻ എല്ലാവർക്കും തരട്ടെ. അരുണാചല ശിവ, അരുണാചല ശിവ, അരുണാചല ശിവ, അരുണാചല, അരുണാചല ശിവ, അരുണാചല ശിവ, അരുണാചല ശിവ, അരുണാചല. നാളെ രാവിലെ 10 മണി മുതൽക്ക് 11 മണി വരയ്ക്ക് രമണാശ്രമത്തിൽ, വിജ്ഞാന രമണി ആശ്രമത്തിൽ കുപ്പത്തിൽ പ്രഭാഷണമുണ്ട്, സത്സംഗമുണ്ട്. 10 മുതൽ 11:30 മണിക്ക് ഉണ്ടാവും. 9 മണി മുതൽ തന്നെ നാമസങ്കീർത്തനം, പാട്ടൊക്കെ ഉണ്ടാവും. 10 മുതൽ 11:30 മണിക്ക് സത്സംഗം. യഥാതനിഷ്ടം കുർമാം തഥൈവ ത്വാം
ഭക്തജനങ്ങളെ, നമ്മുടെ ക്ഷേത്ര ഭരണസമിതിയുടെ ക്ഷണം സ്വീകരിച്ച് ഇന്ന് ഭഗവതിയുടെ തിരുസന്നിധിയിൽ